ബാക്ക് ടു വീണാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ ആനുവൽ എക്സാമിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആവും ഞങ്ങളെ ഇത്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി, നിങ്ങൾക്ക് A+ കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഇതിനകത്തിലുണ്ട്. നിങ്ങളിത് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഇനി വിരളയിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പോൾ മൊത്തം ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്തിലുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും 1 മുതൽ അവസാനം വരെ ഉണ്ട്. എളുപ്പം അങ്ങ് എഴുതിയെടുക്കുവോ അല്ല നോക്കി പഠിക്കുവോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നോക്കി, ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയല്ലൊരു ജീവിതം. ഓർമ്മയുണ്ടോ നിങ്ങളേത്? അതായത് ഞാൻ ആൻസർ വായിച്ച് അങ്ങ് പോകാം. നിങ്ങൾക്ക് എവിടെയാണോ അറിയാൻ വയ്യാത്തത് അവിടെ ഒന്ന് പോസ് ചെയ്തിട്ടിട്ട് അങ്ങ് കണ്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ വായിച്ചങ്ങ് പോത്തേ ഉള്ളൂ. ആടിൻ്റെ പ്രധാന ആഹാരം എന്തെല്ലാം? പ്ലാവില, പുല്ലുകൾ. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്. ആഹാര ശൃംഖലാജാലം എന്നാൽ എന്ത്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ഫുഡ് വെബ് എന്നാൽ എന്താണ്? ഫുഡ് വെബ്. ലിവിംഗ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദീസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം, ജലം, ഓക്സിജൻ, ജലസസ്യങ്ങൾ തുടങ്ങിയവ. വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? സൺലൈറ്റ്, വാട്ടർ, ഓക്സിജൻ, വോംസ് എക്സെട്ര. കുളത്തിൽ ജീവിക്കുന്ന ജീവികൾ ഞണ്ട്, തവള, ചെറുമീനുകൾ തുടങ്ങിയവ. ലിവിങ് തിങ്സ് ഇൻ പോണ്ട്. ക്രാബ്, ഫ്രോഗ്, സ്മാൾ ഫിഷ്. എന്താണ് പ്ലാങ്ക്ടൺ? അത് ഒരു മാർക്കിന് ചോദിക്കും കേട്ടോ. പ്ലാങ്ക്ടൺ ആർ സ്മാൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. അതായത് പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ പ്ലവകങ്ങൾ എന്നാവും നിങ്ങളുടെ മലയാളം. ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. അടുത്ത ഹാബിറ്ററ്റ്. ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ് ആർ കാൾഡ് ഹാബിറ്റാറ്റ്. എന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥ എന്നാൽ എന്താണ്? ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിൻ്റെ ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ഒബ്സർവ് യുവർ സറൗണ്ടിങ് ആൻഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാബിറ്ററ്റ്. ഗ്രാസ്ലാൻഡ്, ഡിസേർട്ട്, മാംഗ്രോവ്സ്, പോളാർ റീജിയൻ. അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിരീക്ഷിച്ചതിന് ശേഷം ആവാസ വ്യവസ്ഥയെ എന്തെല്ലാം നമുക്ക് കാണാൻ പറ്റും? പുൽമേടുകൾ, മരുഭൂമികൾ, കണ്ടൽ കാടുകൾ, ധ്രുവപ്രദേശങ്ങൾ കേട്ടോ. എന്താണ് ഫുഡ് ചെയിൻ? എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. അതായത് ആഹാര ശൃംഖല എന്നാൽ എന്ത്? ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അതായത് ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗിനെ സ്നേക്സ്, വൾച്ചർ, ഇങ്ങനെ ഒരെണ്ണം ഉറപ്പായിട്ടും കാണും കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ, ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബിനെ കുറിച്ച്. അടുത്ത എപ്പിഫൈറ്റുകൾ എന്നാൽ എന്താണ്? എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ഓർക്കിഡുകളാണ്. എപ്പിഫൈറ്റ്സുകൾ കേട്ടോ. വർണ്ണകങ്ങൾ. എപ്പിഫൈറ്റ്സ് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നതാണ് വർണ്ണകങ്ങൾ. വർണ്ണകങ്ങൾ എന്ന് വെച്ചാൽ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾക്ക് എന്ത് പേരാണ്? 1 വേർഡും 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും എല്ലാം ഇതിനകത്തുണ്ടോ നിങ്ങളെ? ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾക്ക് സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആടിൻ്റെ ആഹാരം, പ്ലാവില, മഴത്തുലയാട്. ഈ ആഹാര ശൃംഖല നല്ലതുപോലെ പഠിക്കണം. സസ്യം, ചെറുമീൻ കണ്ടോ, ഇത് നല്ലതുപോലെ ഒന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങൾ. ഇത് റീഅറേഞ്ച് ചെയ്യാൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ആഹാര ശൃംഖലാജാലം എന്നാൽ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഇങ്ങനെ പരസ്പരമുള്ള ബന്ധത്തിനെയാണ് ആഹാര ശൃംഖല. പ്ലവകങ്ങൾ എന്നാൽ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറുസസ്യങ്ങളാണ് പ്ലവകങ്ങൾ അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഇത് ചോദിക്കും കുഞ്ഞുങ്ങളെ, പ്ലവകങ്ങൾ കേട്ടോ, ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ചെറു മത്സ്യങ്ങൾ, മത്തി. പ്ലവകങ്ങൾ മത്സ്യം എന്ന് വെച്ചാൽ പ്ലവകങ്ങളെ മത്സ്യങ്ങൾ കഴിക്കുന്നു, മത്സ്യങ്ങളെ കടലാമ കഴിക്കുന്നു, കടലാമയെ സ്രാവ് കഴിക്കുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ആഹാര ശൃംഖല ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കാണും. പിന്നെ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? മത്സ്യത്തിന് നിലനിൽക്കാൻ ജലം, സൂര്യപ്രകാശം, ഓക്സിജൻ, ജലസസ്യങ്ങൾ, വിരകൾ, അനുയോജ്യമായ താപനില. കുളത്തിലെ ജീവനുള്ളവ, കുളത്തിൽ ജീവിക്കുന്ന മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ, കുളത്തിലെ ജീവൻ ഇല്ലാത്തവ ഏതാണെന്ന് ചോദിച്ചാലോ? മണ്ണ്, വായു, ജലം, കല്ലുകൾ അല്ലേ? ആവാസം അല്ലെങ്കിൽ ഹാബിറ്റേറ്റ്. ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിൻ്റെ ചുറ്റുപാടിനെയാണ് ആവാസം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ അല്ലേ? നമ്മുടെ ചുറ്റുപാടുകൾക്ക് നിരീക്ഷിച്ചതിന് ശേഷം, അത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ ചുറ്റുപാടുകളിൽ
എന്തൊക്കെയുണ്ട്? കായല്, വയലുകള്, അരുവികള്, തോടുകള്, കുളങ്ങള്, പുഴകള്, വനങ്ങള്, സമുദ്രങ്ങൾ, നമുക്ക് ചുറ്റുപാടും എന്തെല്ലാം ഉണ്ടെന്ന് കേട്ടോ. അടുത്ത പുസ്തകത്തിലെ പടം നിരീക്ഷിച്ചതിന് ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കുമെന്ന്. കടുവയെക്കുറിച്ചൊരു പടം തന്നിട്ടുണ്ട് അല്ലേ. ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിലാണ് കടുവകൾ ഇല്ലാതായാൽ കടുവ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാന്, കുറുക്കൻ, കാട്ടുപോത്ത് എന്നിവയുടെ എണ്ണം അങ്ങ് പെരുകുന്നു. അതുപോലെ തന്നെ അത് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ എഴുതാഞ്ഞത്, മലയാളം അങ്ങ് പറഞ്ഞു തന്നാൽ അതിൻ്റെ ടെസ്റ്റ് ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ മുഷിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ. ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കാണുന്നതും വളരെ പെട്ടെന്ന് പെരുകുന്നതുമായ ഒരു മീനാണ് ഈ ആഫ്രിക്കൻ മുഷി. നമ്മുടെ നാട്ടിലെ ജലാശയത്തിൽ ഇവ എത്തിയാൽ നാടൻ മത്സ്യങ്ങളെ എല്ലാം ഇവ തിന്നു തീർക്കും. ആഫ്രിക്കൻ മുഷിയെ ഇരയാക്കുന്ന ജലജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ ഇല്ല. ഇത് ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷമാകുന്നു. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യവും നിങ്ങളെ. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ഹരിതകം, വെള്ളം, ഇതെല്ലാം ആവശ്യമാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. വർണ്ണകങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. എന്താ വർണ്ണകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് വർണ്ണകങ്ങൾ. ഹരിതകം എന്നാൽ എന്താ? ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണമാണ് ഹരിതകം. പിന്നെ നമ്മൾ പറഞ്ഞു ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ ചുവപ്പ് കളർ കൊടുക്കുന്ന എന്താവും നിങ്ങളെ. അത് ഉറപ്പായിട്ടും ചോദിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ചുവപ്പ് കളർ കൊടുക്കുന്നത് ആന്തോസയാനിനാണ്. ഓറഞ്ച് കളർ കൊടുക്കുന്നത് കരോട്ടിനാണ്. പച്ച കളർ കൊടുക്കുന്നത് ക്ലോറോഫില്ലാണ്. മഞ്ഞ കളർ കൊടുക്കുന്നത് സാന്തോഫില്ലാണ്. ആ 4 എണ്ണം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഫില്ലപ്പിനും മാച്ച് ദ ഫോളോയിങ്ങും കേട്ടോ ഒക്കെ ചോദിക്കുന്ന. ജീവജാലങ്ങൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡുമാണ്. എന്താണ് ഈ സ്റ്റൊമാറ്റ? ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് അല്ലേ. ഈ സുഷിരങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വായു സസ്യങ്ങളിലേക്ക് കടക്കുന്നതും ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കി. ദെയർ ആർ ക്രിയേച്ചർ അറൗണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് ആവും നിങ്ങളെ. ഫുഡ് ചെയിൻ നമ്മൾ പറഞ്ഞായിരുന്നു. പ്ലാങ്ക്ടണിനെ കുറിച്ചും പറഞ്ഞതാണ്. വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ് അല്ലേ. മുമ്പ് നമ്മളത് ഇതിൻ്റെ മലയാളമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. വാട്ടർ വേണം, സൺലൈറ്റ്, ഓക്സിജൻ അല്ലേ. ഹാബിറ്റാറ്റ് ആവാസ വ്യവസ്ഥ അതും നമ്മൾ പറഞ്ഞതാണ്. അഥവാ കേട്ടില്ലാത്തൊരു ഇതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഹാബിറ്റാറ്റ് നിങ്ങൾ അവനവൻ്റെ നോട്ട് എഴുതിയെടുക്കണേ. മലയാളംകാർ മലയാളവും എഴുതണം, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് നോട്ടും എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. അടുത്ത അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് നോക്കുഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റ്. ഗ്രാസ്ലാൻഡ്, മാംഗ്രൂവ്സ്, ഡിസേർട്ട്, പോളാർ റീജിയൻ. ഫുഡ് ചെയിൻ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ വിച്ച് ആർ ദ മെയിൻ കോമ്പോണൻറ്റ്സ് ഓഫ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്. അത് ആ 4 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിഫൈറ്റുകൾ നമ്മൾ മുമ്പ് പറഞ്ഞതേ. മലയാളം ഞാൻ മുമ്പ് വായിച്ചു. അതിൻ്റെ ഇംഗ്ലീഷ് എപ്പിഫൈറ്റ്സിൻ്റെ ഉദാഹരണം ചോദിക്കും കേട്ടോ. എപ്പിഫൈറ്റിന് ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ. അതിൻ്റെ എക്സാമ്പിൾ ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് അതായത് ഞാൻ സ്പീഡിൽ അങ്ങ് വായിച്ചു പോവാം. നിങ്ങൾ എവിടെയാണോ അറിയാൻ വയ്യാത്തത് അത് നോക്കി എഴുതി പഠിക്കുക കേട്ടോ. ഫോട്ടോസിന്തസിസ് എന്നാൽ എന്താണ്? പ്രകാശ സംശ്ലേഷണം എന്നാൽ എന്താ? പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. സോ ദ ആക്ടിവിറ്റി ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു അല്ലേ. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഈ ഊർജ്ജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണം ഹരിതകമാണ്. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ലീവ്സ്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഫുൾ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട് എവിടെയാണോ വരുന്നത് അത് എടുത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് കാണാം കേട്ടോ. ഞാനിത് സ്പീഡിൽ അങ്ങ് പറയാം. നമുക്ക് എല്ലാം നോക്കണ്ടേ. അടുത്ത 2ാമത്തെ ചാപ്റ്ററാണ് എവേ ഫ്രം ഡിസീസസ്. വ്യാധികൾ പടരാതിരിക്കാൻ. വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ഫീവർ. പനിയുടെ കാരണം എന്തെല്ലാം ആയിരിക്കും? ഇതൊക്കെ പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ നിങ്ങളെ? രോഗമുള്ള സഹോദരിയിൽ നിന്നോ അല്ലെ അമ്മയിൽ നിന്നോ ആണ് പനി ഉണ്ടാകുന്നത് അല്ലെ. അത് ആ ടെസ്റ്റിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. റൈറ്റ് ദ ഡിസീസ് യു നോ. നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങൾ, ഡിസീസുകൾ ഏതൊക്കെയാണ് നിങ്ങളെ? നമുക്കറിയാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, ഡെങ്കു ഫീവർ, വൈറൽ പനി, വൈറൽ ഫീവർ, വയറുവേദന, സ്റ്റൊമക്ക് പെയിന്, കോളറ അല്ലേ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും. എന്ന് വെച്ചാൽ എന്താ? പകരുന്ന രോഗവും പകരാത്ത രോഗവും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പകരുന്നവയാണ് ഏതാ? നമുക്ക് COVID-19 ഓർമ്മയുണ്ടോ? COVID-19, ഡെങ്കു ഫീവർ, വൈറൽ ഫീവർ, മലേറിയ, HIV, കോളറ ഇതെല്ലാം പകരുന്ന രോഗങ്ങളാണ്. എന്താ? ഡെങ്കിപ്പനി അല്ലേ. ഡെങ്കിപ്പനി, വൈറൽ പനി, കോവിഡ്, മലേറിയ, മഞ്ഞപ്പിത്തം ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഏതാ? ക്യാൻസർ, ഡയബറ്റീസ്, സ്റ്റൊമക്ക് പെയിൻ, ഹാർട്ട് അറ്റാക്ക്, ആസ്മ, പാർക്കിസൺസ് ഇതെല്ലാം ഉണ്ടാവും നിങ്ങളെ പകരാത്ത. ഏതെങ്കിലും ഒരു 4-5 എണ്ണം പഠിച്ചു വെച്ചേക്കണേ. പകരുന്ന രോഗവും പകരാത്ത രോഗവും. അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും. ഇനി വാട്ട് ഈസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? എന്താണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? പകരുന്ന രോഗങ്ങളെയാവും നിങ്ങൾ എന്ത് പറയുന്നത്?
പകർച്ചവ്യാധി. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ എന്താ? പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരുന്ന, അല്ലെ, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതിന്റെ മലയാളം സാംക്രമിക രോഗങ്ങൾ എന്നും കൂടെ കേട്ടോ. സാംക്രമിക രോഗങ്ങൾ എന്നാൽ എന്തെന്ന് ചോദിച്ചാലും ഓർത്തോണം, പകരുന്ന രോഗങ്ങളെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് നോട്ട് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങളെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. എന്നാൽ എന്താണ് ഈ പാൻഡമിക്? ഓർമ്മയുണ്ടോ നിങ്ങളെ? മഹാമാരികൾ എന്നാൽ എന്ത്? പാൻഡമിക് എന്നാൽ എന്ത്? പകരുന്ന രോഗങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കോ, നമ്മുടെ കോവിഡ് അല്ലേ, ഇത് എവിടെ വന്നതാ? പകരുന്ന രോഗങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ധാരാളം ആളുകളെ ബാധിക്കുകയും ചെയ്യുന്നതിനെയാണ് മഹാമാരികൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് വസൂരി എന്ന് പറയുന്നത്. നമ്മൾ മസൂരിന്നും വസൂരിന്നും ഒക്കെ അതിന് പറയും. ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവയെല്ലാം ഇതിന് പാൻഡമിക് ആണ് കേട്ടോ. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെന്റ് ആൻഡ് അഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ്, ഇറ്റ് ഈസ് കാൾഡ് പാൻഡമിക്. സ്മാൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 ഒക്കെ ഇതിനെന്താ എക്സാമ്പിളാണ് കേട്ടോ. നിങ്ങൾ അവനവൻ്റെ നോട്ട് എഴുതാൻ നിങ്ങൾ കേട്ടോ. ഞാൻ സ്പീഡിൽ പറയുന്നത് വിചാരിച്ച് നിങ്ങൾ സ്പീഡിൽ പോകണ്ട. നിങ്ങൾ എന്താ പെതുക്കെ പോസ് ചെയ്തിട്ടിട്ട് ഓരോന്ന് പഠിച്ചാണ് പോകേണ്ടത് കേട്ടോ. ഇനി വാട്ട് കോസസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? എന്താണ് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങൾക്ക് കാരണം എന്താ നിങ്ങളെ? മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം like bacteria, virus and fungi. We cannot see them with our naked eyes. They are called pathogens. എന്താണ് ഈ പാത്തോജൻസ് എന്ന് ചോദിച്ചാലും നിങ്ങൾ ഇത് എഴുതണം. എന്താ? മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി. വി cannot see them with our naked eyes. They are called pathogens. അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങി സൂക്ഷ്മാണുക്കൾ മൂലമാണ് നമുക്ക് എന്ത് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത്, അല്ലേ? പക്ഷേ ഇത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, അതായത് നേരിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റത്തില്ല. അതിനാലാണ് ഇതിനെ എന്ത് പറയുന്നത്? പാത്തോജൻസ് അല്ലെങ്കിൽ രോഗകാരികൾ. പാത്തോജൻസിന്റെ മലയാളം എന്താ നിങ്ങളെ? രോഗകാരികൾ എന്ന് വിളിക്കുന്നത്. ഇനി യൂസ്ഫുൾ ഫോർ ബാക്ടീരിയ. നമ്മൾ ഈ ബാക്ടീരിയയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നല്ലോ. എന്നാൽ ബാക്ടീരിയ കൊണ്ട് നമുക്ക് ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ബാക്ടീരിയകളുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? ദോശ ബാറ്ററീസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൺ ബാക്ടീരിയ. ദോശമാവ് ചില ബാക്ടീരിയകളാണ് പുളിക്കുന്നത്. നമ്മൾ ദോശമാവ് രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ നമ്മൾ ദോശ ഉണ്ടാക്കുന്നില്ലയോ നിങ്ങളെ? അതിനകത്ത് ചില ബാക്ടീരിയകൾ ഉള്ളതുകൊണ്ടാണത് എന്ത് ചെയ്യുന്നത്? പുളിക്കുന്നത്. ഇനി യൂസ്ഡ് ഫോർ ബ്രെഡ് മേക്കിംഗ്. ബ്രെഡ് നിർമ്മാണത്തിനും ബാക്ടീരിയ വേണം. ഡൈജഷൻ ഓഫ് ഫുഡ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നല്ലോ, ഭക്ഷണം ദഹിപ്പിക്കുന്നതും ചില ബാക്ടീരിയകളാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള ബാക്ടീരിയ നല്ലതുകൊണ്ട് പന്നലുണ്ട് കേട്ടോ. ഹൗ ഡിസീസസ് സ്പ്രെഡ്. രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത്? ഹൗ ഡിസീസസ് സ്പ്രെഡ്. ഡിസീസസ് ആർ സ്പ്രെഡ് ത്രൂ എയർ, വാട്ടർ, ഫുഡ്, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ബേർഡ്സ് ആൻഡ് ത്രൂ സർട്ടൺ ആനിമൽസ്. വായുവിലൂടെയും വെള്ളം, ഈച്ച, കൊതുക്, പക്ഷികൾ എന്നിവയിലൂടെയും ചില മൃഗങ്ങളിലൂടെയും നമുക്ക് എന്ത് ചെയ്യുന്നു? രോഗങ്ങൾ പകരുന്നുണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത ടു അവോയ്ഡ് സ്പ്രെഡ് ഡിസീസ്. രോഗങ്ങൾ പടരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ക്ലീൻനെസ് എന്ന് വെച്ചാൽ ശുചിത്വം പാലിക്കുക, വൃത്തി ഉണ്ടാകണം കേട്ടോ. വിയർ മാസ്ക്. നമ്മൾ മാസ്ക് ധരിക്കുക. കീപ്പ് സോഷ്യൽ ഡിസ്റ്റൻസ്. സാമൂഹിക അകലം പാലിക്കുക. എന്തെങ്കിലും രോഗം, ഒരു പനിയോ എന്തെങ്കിലുമൊക്കെ ഉള്ളവരുടെ അടുത്തു നിന്ന് ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് പാലിക്കുക. പിന്നെ റിസീവ് അവൈലബിൾ വാക്സിന്. ലഭ്യമായ വാക്സിനുകൾ നമ്മൾ കറക്റ്റായ സമയത്ത് അതാത് ഓരോ പ്രായത്തിനെ എടുക്കേണ്ട വാക്സിനുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കുക. അവയുടെ കോണ്ടാക്ട് വിത്ത് പേഷ്യൻസ്. രോഗികളുടെ ായിട്ടുള്ള സമ്പർക്കം എന്താണ്? ഒഴിവാക്കുക എന്ന. രോഗമുള്ളവർ എടുത്ത് പോയി നിൽക്കാതെ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നിൽക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു 5 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് 5 എണ്ണം പഠിക്കണേ നിങ്ങൾ കേട്ടോ. എങ്ങനെ അവോയ്ഡ് സ്പ്രെഡിങ് ഡിസീസ്, രോഗം പടരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ വെക്ടേഴ്സ് എന്നാൽ എന്താണ്? രോഗാണുവാഹകർ. വെക്ടേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് ബ്രിങ് ഡിസീസസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ അവർ ബോഡി. ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ബാറ്റ് എക്സെട്ര ആർ സം ഓഫ് ദെയർ വെക്ടർ ഓർഗാനിസം. എന്ന് വെച്ചാൽ എന്താ? ഈ രോഗവാഹകരായ സൂക്ഷ്മാണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന ജീവികളാണ് വെക്ടറുകൾ. നമ്മുടെ രോഗവാഹകരായ സൂക്ഷ്മാണുക്കൾ, ഈ ചെറിയ ബാക്ടീരിയകൾ ഉണ്ടല്ലോ, ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് വരും നമ്മുടെ ശരീരത്തിലോട്ട് കൊണ്ടുവരുന്ന ജീവികളെ പറയുന്ന പേരാണ് വെക്ടറുകൾ. അതായത് ഈച്ച, കൊതുക്, വവ്വാല്, എലിച്ചെള്ള് തുടങ്ങിയവയൊക്കെ രോഗവാഹിനി ജീവികളിൽ പെട്ടതാണെന്ന് കേട്ടോ. ഇനി കൺട്രോൾ. കൊതുകിനെ നമ്മൾ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം? കൺട്രോൾ മോസ്കിറ്റോസ്. എന്താ നിങ്ങളെ? അവോയ്ഡ് സ്റ്റാൻഡിങ് വാട്ടർ ഫ്രം
എന്താ ദ ഏരിയ എറൗണ്ട് യുവർ ഹോം. നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. റിമൂവ് ഗ്രാസ് ആൻഡ് ഷ്രബ് എറൗണ്ട് ഹൗസ്. വീടിന് ചുറ്റുമുള്ള പുല്ലുകളും കുറ്റിച്ചെടികളും ഒക്കെ നിങ്ങൾ നീക്കം ചെയ്യുക. യൂസ് മോസ്കിറ്റോ നെറ്റ്. കൊതുക് വല ഉപയോഗിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതങ്ങ് എഴുതിയാൽ മതി. ഓക്കെ ആണോ? നമ്മൾ എങ്ങനെ കൊതുകിനെ നിയന്ത്രിക്കാവുന്ന. വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്. കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? കൊതുക് വന്ന് കടിക്കാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? കീപ്പ് ഡോർ ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യുക? എല്ലാ ഡോറുകളും എല്ലാ വാതിലുകളും ജനലുകളും എല്ലാം അടച്ചിടുക അല്ലേ. യൂസ് മോസ്കിറ്റോ ബാറ്റ്. കൊതുക് ബാറ്റും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ബാറ്റ് ഉപയോഗിച്ച് കുറേ എണ്ണത്തിനെ കൊല്ലാം അല്ലേ. അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റ്, കൊതുക് വലയും ഉപയോഗിക്കാവുന്ന. വിയർ ലോങ് സ്ലീവ്ഡ് ഷർട്ട് ആൻഡ് ലോങ് പാൻറ്. നീളമുള്ള കൈ അല്ലേ, ഫുൾ സ്ലീവ്, നല്ല നീളമുള്ള കൈയുള്ള ഉടുപ്പും പാൻറ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കൊതുക് നമ്മളെ കടിക്കത്തില്ല എന്നുള്ളതാണ് കേട്ടോ. അടുത്ത, രോഗം പകരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. രോഗങ്ങൾ പകരാതിരിക്കുക. രോഗങ്ങളും അത് പകരാതിരിക്കുന്നതും അത് ഉണ്ടാകുന്നതിനുള്ള റീസൺ നോക്കിയേ. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഒക്കെ പകരുന്ന ഉണ്ടല്ലോ നിങ്ങളെ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഒക്കെ പകരുന്ന രോഗങ്ങളുണ്ട്. അതായത് പഴങ്ങളും പച്ചക്കറികളും കഴുകി വേണം നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ കഴിക്കുന്ന പഴങ്ങളായാലും പച്ചക്കറികളായാലും നല്ലതുപോലെ കഴുകി വേണം ഉപയോഗിക്കാൻ. ഭക്ഷണ സാധനങ്ങൾ അടച്ച് വേണം സൂക്ഷിക്കാൻ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നമ്മൾ കുടിക്കണം. ഈ 3 കാര്യങ്ങൾ ആഹാരം കഴിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മാസ്ക് ഉപയോഗിക്കുകയും രോഗിയുമായിട്ടുള്ള സമ്പർക്കം അങ്ങ് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിലോ ചെരുപ്പ് ഉപയോഗിക്കുക. മണ്ണും ചെളികളും പുരണ്ടാൽ അതിനെ സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് അത്. രോഗം പകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അടുത്ത, പ്രിവെൻറ്റ് ഡിസീസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് ആവും ഞങ്ങളെ. ഡിസീസ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ഫുഡ് വെജിറ്റബിൾ ആഫ്റ്റർ വാഷിങ്. നല്ലപോലെ കഴുകി വേണം ഉപയോഗിക്കാൻ. ഇപ്പം ഞാൻ വായിച്ചതിൻ്റെ ഇംഗ്ലീഷാണ് കണ്ടോ. നിങ്ങൾ അത് എഴുതിയെടുക്കണം. ഇപ്പം ഞാൻ വായിച്ചത് നിങ്ങൾ കേട്ടായിരുന്നല്ലോ. അപ്പോൾ അത്രയും സമയം നമുക്ക് എടുക്കാം. നോക്കി, അടുത്ത, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ബേർഡ്സ്. നോക്കണേ നിങ്ങളെ. പക്ഷികളിൽ നിന്നും പകരുന്ന രോഗങ്ങൾ. നിങ്ങൾക്ക് ആദ്യത്തെ ലാസ്റ്റിലത്തെ ഒരു 4 ചാപ്റ്ററിൽ നിന്നായിരിക്കും കുഞ്ഞുങ്ങളെ കൂടുതലും ക്വസ്റ്റ്യൻ ആൻസറുകൾ ചോദിക്കുന്നത്. ഈ പാഠത്തിൽ നിന്നൊക്കെ ആദ്യത്തെ പാഠത്തിൽ നിന്നൊക്കെ 2 മാർക്കിൽ കൂടുതലൊന്നും ചോദിക്കത്തില്ല. പക്ഷെ അത് ഏതാ ചോദിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. 2-3 മാർക്കിനൊക്കെ കാണത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. അപ്പോൾ പക്ഷികളിൽ നിന്നും പകരുന്ന രോഗങ്ങൾ അല്ലേ, അതിപ്പോൾ 2ാമത്തെ ചാപ്റ്ററിലല്ലേ. ഏതാ? ഓക്കെ, പക്ഷിപ്പനി. അതുപോലെ തന്നെ സാൽമൊണല്ല എന്ന് പറയുന്ന രോഗമുണ്ട്. സാൽമൊണല്ല, ഇംഗ്ലീഷും മലയാളവും അതിനെ അങ്ങനെയാണ് പറയുന്നത്. എന്താ? ഏവിയൻ ഫ്ലൂ എന്ന് പറയും പക്ഷിപ്പനിക്ക്. AVIAN, അവിയൻ ഫ്ലൂ. അതുപോലെ തന്നെ ആനിമൽ ഡിസീസ്, മൃഗങ്ങളിൽ നിന്നും പകരുന്ന രോഗമാണ് ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗമുണ്ട് കേട്ടോ. അതുപോലെ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്, കുളമ്പ് രോഗം. ഇനി പ്ലാന്റ്സ് ഡിസീസ് ഉണ്ട് കുഞ്ഞുങ്ങളെ. പ്ലാന്റ്സിൽ നിന്നും ഉള്ളുണ്ട്. വൈറസും ഫംഗലും ഒക്കെ പ്ലാന്റ്സിൽ നിന്നും ഉള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഓരോ മാർക്കിൻ്റെയാണ്. നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോകണം. ഈ വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ അങ്ങനെ അങ്ങ് പഠിച്ചു പോകണം. എന്നിട്ട് ചെറുതെല്ലാം എന്ത് ചെയ്യണം? എഴുതിയെടുത്ത് വെച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ ആണോ? അടുത്ത്, എന്താണ് ഇമ്മ്യൂണിറ്റി? അല്ലെങ്കിൽ എന്താ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? പ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. അടുത്ത നോക്കൂ നിങ്ങളെ, ഇമ്മ്യൂണിറ്റി. നമുക്ക് പ്രതിരോധ ശേഷി ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാൻ പറ്റും. എന്താ ഇമ്മ്യൂണിറ്റി? വാട്ട് ഈസ് എ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി? എബിലിറ്റി ഓഫ് അവർ ബോഡി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് പാത്തോജൻസ് ഈസ് കാൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. സ്വാഭാവിക പ്രതിരോധ ശേഷി എന്നാണ്. രോഗാണുക്കളെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെയാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അതായത് പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 2 കാര്യങ്ങളാണ് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് കേട്ടോ. അത് 2 നോക്കണേ നിങ്ങൾ. എന്താണ്? പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ പോളിയോ എടുക്കത്തില്ലേ കുഞ്ഞിലെ, അതൊക്കെ നമ്മുടെ പ്രതിരോധ ശേഷിക്ക് വേണ്ടി കേട്ടോ, പോളിയോ. ഇനി വാക്സിൻ്റെ ഒരു ചാർട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതങ്ങ് നോക്കിയാൽ മതി. ഇപ്പോൾ BCGയുടെ ഫുൾ ഫോം ചോദിച്ചാൽ എന്താവും നിങ്ങളെ? ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് പറയണേ. OPV, ഓറൽ പോളിയോ വാക്സിൻ. BCG OPVൻ്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് അറിയണേ. ഈ BCG നമുക്ക് ജനന സമയത്താണ് എടുക്കുന്നത്. ക്ഷയരോഗത്തിന് വേണ്ടിയാണ്. ക്ഷയരോഗത്തിന് വേണ്ടിയല്ല, ക്ഷയരോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് BCG എടുക്കുന്നത്. പോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാലോ,
പോളിയോ നമുക്ക് ജനന സമയത്തിൽ അത് എന്താണ്ട് 6 വയസ്സ് വരെ നമുക്ക് തരുന്നുണ്ട് അല്ലേ. പിന്നെ ടെറ്റനൈസ് ഡിഫ്തീരിയ അത് 10 വയസ്സിലും 16 വയസ്സിലുമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന് എതിരായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. അത് നല്ലപോലെ നോക്കണേ. ഇതിനെക്കാട്ടി നല്ലതുപോലെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും. അതായത് 9ാം മാസം തരുന്നത് ഏതൊക്കെ മരുന്നുകളാണെന്നും 14 മുതൽ 24 വരെ കണ്ടോ. ഇതൊക്കെ ഞാൻ അന്നേരം പഠിപ്പിച്ചപ്പോൾ എഴുതി വെച്ചാൽ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതങ്ങ് നോക്കണേ. 2ാമത്തെ ചാപ്റ്റർ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ നമ്മൾ 1ഉം 2ഉം ചാപ്റ്റർ നോക്കി. 1ഉം 2ഉം ചാപ്റ്റർ നല്ലപോലെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 3ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ. 3ാമത്തെ ജലം നിത്യജീവിതത്തിൽ, വാട്ടർ ആൻഡ് ലൈഫ്. വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ ഫോർ? പുഴവെള്ളം നാം എന്തിനെല്ലാം ഉപയോഗിക്കുന്നു? വി ആർ യൂസിങ് വാട്ടർ for taking bath, washing cloth, for agriculture, for by animals, use for drinking, after purification അല്ലേ, കുളിക്കാൻ, കൃഷിക്ക്, ശുദ്ധീകരിച്ച ശേഷം കുടിക്കാൻ, മറ്റു ജന്തുക്കൾക്കും കുടിക്കാനും ഒക്കെ നമ്മൾ ജലം ഉപയോഗിക്കുന്നു എന്നാണ്. വാട്ട് ആർ ദ അതർ സോഴ്സസ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ? വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന മറ്റെന്തെല്ലാം സ്രോതസ്സുകൾ നമുക്കുണ്ട്? വീട്ടിലേക്ക് വെള്ളം കിട്ടുന്നത് വെല്ല്, റെയിന്, റിവർ, സ്ട്രീം, പോണ്ട്, ബോർവെല്ല്, പൈപ്പ് ലൈൻ അല്ലേ, കിണർ, മഴവെള്ളം, പുഴ അല്ലേ, ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത ഫോർ വാട്ട് പർപ്പസ് ഡു യു യൂസ് ദ വാട്ടർ മോസ്റ്റ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ്? ഫോർ ടേക്കിംഗ് ബാത്ത്, ഫോർ വാഷിംഗ് ക്ലോത്ത്, ഫോർ സാനിറ്റേഷൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ബ്ലഡിലാണ്. വിച്ച് ഓർഗൻസ് കണ്ടെയ്ൻസ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കുറവ് ജലം ബോണിന്, അസ്ഥികൾക്കാണ്. വിച്ച് ആർ ദ ഓർഗൻസ് ഓഫ് ദ ബോഡി ദാറ്റ് ഹാവ് ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ? ഒരുപോലെ അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഹാർട്ട്, മസിൽസ്, ഹൃദയവും പേശികളും കേട്ടോ. അതൊക്കെ 1 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ. അടുത്തത് ജലം സസ്യങ്ങളിൽ, വാട്ടർ ഇൻ പ്ലാന്റ്സ്. ജലത്തിന് ആകൃതി ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. ഉണ്ടോ കുഞ്ഞുങ്ങളെ? ജലത്തിന് ഏത് പാത്രത്തിലാണോ നമ്മൾ ജലം ഒഴിച്ചു വെക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി നോക്കിക്കേ, കുറെ സിങ്കും ഫ്ലോട്ടും എന്ന് വെച്ചാൽ മുങ്ങുന്നതും പൊങ്ങിക്കിടക്കുന്നതും ഏതൊക്കെയാണെന്ന് കുറെ ചിലപ്പോൾ നിങ്ങൾക്ക് ബോക്സ് ഇട്ട് തരും കുഞ്ഞുങ്ങളെ. അപ്പം വെയിറ്റ് ഉള്ളതെല്ലാം എന്ത് ചെയ്യും? വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോകും. അപ്പം കല്ലെന്ന് വെച്ചാൽ സിങ്ക് താഴ്ന്നു പോകുന്നതാണ്. ഈ സിങ്ക് എന്ന് വെച്ചാൽ താഴ്ന്നു പോകുന്നത്, ഫ്ലോട്ട് എന്ന് വെച്ചാൽ പൊങ്ങിക്കിടക്കുന്നതുമാണ് അല്ലേ. ബലൂണ് പൊങ്ങിക്കിടക്കും, കോയിന് താഴ്ന്നു പോകും, വുഡ് പീസ് ഫ്ലോട്ടാണ്, പൊങ്ങിക്കിടക്കും. പിന്നെ കംഫർ അല്ലേ, തടി കഷ്ണങ്ങൾ ഫ്ലോട്ടാണ്, പ്ലാസ്റ്റിക്കുകൾ ഫ്ലോട്ട് പൊങ്ങിക്കിടക്കുന്നു, അയൺ നെയിൽസ് സിങ്ക് അല്ലേ താഴ്ന്നു പോകുന്നു, ലീഫ് പൊങ്ങിക്കിടക്കുന്നു, പിന്നെ വാക്സ് മെഴുകുതിരിയോ ഫ്ലോട്ടാണ്, ഐസും ഫ്ലോട്ടാണ് കേട്ടോ. ഐസ് ക്യൂബ് എടുത്ത് വെള്ളത്തിൽ ഇട്ട് അത് പൊങ്ങിക്കിടക്കുന്നു കേട്ടോ. അപ്പം ഫ്ലോട്ടും സിങ്കും ഏതാണ്? അതായത് താഴ്ന്നു കിടക്കുന്നതും പൊങ്ങിക്കിടക്കുന്നതും, വെള്ളത്തിലിട്ടാൽ താഴ്ന്നു കിടക്കുന്നതും പൊങ്ങിക്കിടക്കുന്നത് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിച്ചാണ്ട് ഞാനൊരു 10 എണ്ണത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് പഠിക്കുക. വി ഓഫൺ യൂട്ടിലൈസ് ദ എബിലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. ഉണ്ടാവും നിങ്ങളെ, വെള്ളത്തിൽ വസ്തുക്കൾ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ എങ്ങനെയെല്ലാമാണ് അത് പ്രയോജനപ്പെടുത്തുന്നത്? കപ്പൽ യാത്ര ചെയ്യുന്നില്ലേ, കപ്പലൊക്കെ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുകയല്ലേ. ട്രാവൽ ഇൻ ഷിപ്പ് ആൻഡ് ബോട്ട്, അതുപോലെ ചങ്ങാടം അല്ലേ, റാഫ്റ്റിംഗ് എന്ന് പറയും, റാഫ്റ്റിംഗ്, ചങ്ങാട യാത്രയൊക്കെ. പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നു, ഫിഷിംഗ് ഇൻ ബോട്ട്, വിനോദയാത്ര അല്ലേ, ട്രാവൽ ഇൻ ഷിപ്പ് ആൻഡ് ബോട്ട്, എന്റർടൈൻമെന്റിനൊക്കെ പോകുന്നു. ഇതെല്ലാം എന്താ? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. വെള്ളത്തിൽ വസ്തുക്കൾ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി സൊല്യൂട്ട് എന്താവും നിങ്ങളെ? സൊല്യൂട്ട് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഈസ് കാൾഡ് സൊല്യൂട്ട്. ലയിച്ച് ചേരുന്ന വസ്തുവിനെ ലീനമെന്നും, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ലയിച്ച് ചേരുന്നതിനെ ലീനമെന്നും, ഏതിലാണോ ഇപ്പം നമ്മൾ വെള്ളത്തിലോട്ട് നമ്മളിപ്പം പഞ്ചസാര ഇട്ടെന്ന് വെച്ചോ അല്ലേ, ആ ലയിച്ച് ചേരുന്ന ആ പഞ്ചസാരയാണ് അവിടുത്തെ ലീനം കേട്ടോ. എന്ന് വെച്ചാൽ എന്താ? സൊല്യൂട്ട്. എന്തിലാണ് നമ്മൾ ഇട്ട് കൊടുത്തത്? വെള്ളത്തിലല്ലേ. അപ്പോൾ ആ വെള്ളം എന്താണ്? അത് ലായകമാണ്. മനസ്സിലായോ നിങ്ങളെ? എന്തിലാണോ നമ്മൾ ഇട്ട് കൊടുത്തത് അത് ലായകമാണ്. മനസ്സിലായോ? ലയിച്ച് ചേർന്നത് പഞ്ചസാരയല്ലേ ഇട്ട് കൊടുക്കുക, അപ്പോൾ ആ പഞ്ചസാര അവിടുത്തെ ലീനമാണ്. ഇനി ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിന്, രണ്ടും കൂടി ഇങ്ങനെ ചേരുന്നതിനെ നമ്മൾ എന്താ? സൊല്യൂഷൻ എന്ന് പറയുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി നോക്കിക്കോ, സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കേട്ടോ. ഓക്കെ, അടുത്ത ഡു ഗസ് ഡിസോൾവ് ഇൻ വാട്ടർ. വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ കുഞ്ഞുങ്ങളെ? വാതകങ്ങൾ, യെസ്, ഗ്യാസ് ആൾസോ ഡിസോൾവ് ഇൻ വാട്ടർ. ജലത്തിൽ ലയിക്കുന്ന വാതകങ്ങൾ ഏതില്ല? സം ഗ്യാസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജന്, അമോണിയ, ക്ലോറിൻ എന്നിവ ജലത്തിൽ ലയിക്കുന്നവയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഫിഷ് ഗെറ്റ് ഓക്സിജൻ ഫ്രം വാട്ടർ. മത്സ്യം ശ്വസിക്കുന്നത് ഓക്സിജൻ ജലത്തിൽ നിന്നല്ലേ.
ഓക്കെ, അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. വൈ ഡു വി കാൾ വാട്ടർ as യൂണിവേഴ്സൽ സോൾവെന്റ്? സാർവിക ലായകം എന്ന് നമ്മൾ വെള്ളത്തിനെ അല്ലെ ജലത്തിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാവും നിങ്ങളെ? നിരവധി വസ്തുക്കളെ ജലത്തിൽ ലയിപ്പിക്കാൻ കഴിയും. ജലത്തിന് എന്താ, ഒരുപാട് വസ്തുക്കളെ ജലത്തിൽ ലയിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതെന്താ, ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്, സാർവിക ലായകമാണ്. വാട്ടർ ഹാസ് എ കപ്പാസിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസ്, ഹെൻസ് വാട്ടർ ഈസ് കാൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്. ഓക്കെ ആണല്ലോ. അടുത്ത 17ാമത്തെ ചാപ്റ്റർ, ജലത്തിന്റെ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ. റൈറ്റ് ഇൻ മോർ എക്സാമ്പിൾസ് ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഡിസോൾവിംഗ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ടു വാഷ് ക്ലോത്ത്, പ്രിപ്പയർ ഫുഡ് സബ്സ്റ്റൻസ്, ഫോർ ടെസ്റ്റിംഗ് കെമിക്കൽ സബ്സ്റ്റൻസ്, വസ്ത്രങ്ങൾ അലക്കാൻ, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ, രാസപരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ലേ ഇല്ലേ? വാട്ടർ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത് വാട്ടറിൻ്റെ കേട്ടോ. ഇനി ഐസ് ഉണ്ടാകുന്നത് എങ്ങനെയാവും നിങ്ങളെ? ഐസ് ഈസ് ഫോംഡ്, വെള്ളം തണുപ്പിച്ചാണ് ഐസ് ഉണ്ടാകുന്നത്. വെൻ വാട്ടർ കൂൾ ബിലോ ഫ്രീസിംഗ് പോയിന്റ് 0°C ഇറ്റ് ടേൺ ഇൻ ടു ഐസ്. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഐസ് ഉപയോഗിക്കുന്നത്? യൂസസ് ഓഫ് ഐസ് ഫോർ പ്രിസർവിംഗ് ഫുഡ് സബ്സ്റ്റൻസ്, ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ നമ്മളെ സൂക്ഷിക്കുന്നു. ടു റെഡ്യൂസ് ദ പെയിൻ ഓഫ് ഇഞ്ചുറീസ്, പരിക്കുകളൊക്കെ എന്തെങ്കിലും ഉണ്ടായാലേ വേദന മാറാൻ വേണ്ടി നമ്മൾ ഐസ് ക്യൂബ് എടുത്ത് വെക്കുന്നതാണ് അല്ലേ. ടു മേക്ക് ഐസ്ക്രീം ആൻഡ് കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീമും പാനീയങ്ങളും ഒക്കെ ഉണ്ടാക്കാനും നമ്മൾ എന്താ ഐസ് ഉപയോഗിക്കുന്നില്ലേ. വാട്ട് ഈസ് ദ സോളിഡ് ഫ്രം ഓഫ് ഐസ്? വെള്ളത്തിൻ്റെ ഖരാവസ്ഥ അല്ല, വാട്ട് ഈസ് ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ എന്നാണ്. വെള്ളത്തിൻ്റെ ഖരരൂപത്തിന് നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്? ഐസ് കേട്ടോ. 20 ഒക്കെ ആണല്ലോ. അടുത്തത് എന്താണ് വേപ്പറൈസേഷൻസ്? വാട്ട് ഈസ് ബാഷ്പീകരണം? വേപ്പറൈസേഷൻ എന്ന് വെച്ചാൽ ബാഷ്പീകരണം. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. സ്പ്രെഡിങ് ഓഫ് സ്മാൾ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ് ഫ്രം ഇറ്റ്സ് സർഫസ് to the surrounding is called എന്താ? വേപ്പറൈസേഷൻ. വാട്ട് ഈസ് ദ മെയിൻ വാട്ടർ ബോഡി ഓൺ എർത്ത്? ഭൂമിയുടെ പ്രധാന ജലം ഏതാ? എവിടുന്ന? സമുദ്രം, സീയിൽ നിന്നുമാണ്. സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ എവിടെ നിന്നൊക്കെയാണ് നിങ്ങളെ കിട്ടുന്നത്? വെല്ല്, പോണ്ട്, ലേക്ക്, റിവർ, സ്ട്രീം കേട്ടോ. ഇനി വാട്ടർ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ സ്റ്റോറേജ്, ഏതെല്ലാം രീതിയിൽ നമുക്ക് വെള്ളം സംഭരിച്ചു വെക്കാം? റെയിൻ വാട്ടർ സ്റ്റോറേജ്, ചെക്ക് ഡാം, സ്റ്റോൺ വാള്, വെൽ റീചാർജിങ്, മഴവെള്ള സംഭരണി നിർമ്മിക്കുക, കയ്യാല കെട്ടുക, കിണർ റീചാർജ് ചെയ്യുക എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. 25ാമത്തെ യൂസസ് ഓഫ് വാട്ടർ, ഡ്രിങ്കിങ്, വാഷിംഗ്, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, പ്രിപ്പയർ ഫുഡ് എക്സെട്ര കേട്ടോ. അങ്ങനെ 25 ക്വസ്റ്റ്യൻസ്. അങ്ങനെ നമ്മൾ 3ാമത്തെ ചാപ്റ്ററും കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ 3. അടുത്ത 4ാമത്തെ ചാപ്റ്റർ ജീവനുള്ള വിത്തുകൾ, സീഡ് ഓഫ് ലൈഫ്. 2 വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചിട്ട് അവയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് എഴുതുക. കളക്ട് എ വെറൈറ്റി ഓഫ് സീഡ്സ്, ഡിസ്പ്ലേ ദ സീഡ്സ് ഇൻ യുവർ ക്ലാസ് ആൻഡ് റൈറ്റ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് എഴുതാനുള്ള കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ അതിനകത്തിലൊന്നും വലുതായിട്ടില്ല. അതിൻ്റെ കളർ എങ്ങനെ മാറുന്നു എടുക്കുന്നു നോക്കിയാണ്, അതിനകത്തിൽ വലുത് ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. വാട്ട് ദ ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്, അതായത് നമ്മുടെ ഒരു വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്, അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ എന്തെല്ലാം വേണം കുഞ്ഞുങ്ങളെ? വാട്ടർ വേണം, സൺലൈറ്റ് വേണം, സോയിൽ വേണം, എയർ വേണം കേട്ടോ. ആ 4 എണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ സീഡ് ടു ജെർമിനേറ്റ്, വിത്ത് മുളയ്ക്കൽ എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ് ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. ബിസൈഡ്സ് ദ വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആർ ആൾസോ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. ഡിഫറൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറൻറ്റ് ജെർമിനേഷൻസ് ടൈംസ് ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ വിത്ത് മുളയ്ക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? അത് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം. എന്താ? അതായത് വിത്ത് മുളയ്ക്കലിന് ജലം ആവശ്യമാണ് അല്ലേ, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പം മണ്ണില്ലാതെയും ചെടി നടുന്ന എല്ലാം ഒന്നും പറ്റത്തില്ല കുഞ്ഞുങ്ങളെ ഈ പറയുന്നെങ്കിലും, പക്ഷെ ചില ചെടികൾക്ക് ഇപ്പം എന്താ മണ്ണില്ലാതെയും സൂര്യപ്രകാശം നമ്മൾ ഈ മുറിക്കകത്തിലൊക്കെ വെച്ചേക്കുന്ന കാണാൻ പറ്റത്തില്ലേ, അങ്ങനെയും സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല എന്നാ. ജലത്തിന് പുറമെ എന്ത് വേണം? വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. വിത്ത് മുളയ്ക്കൽ എന്നാൽ എന്തെന്നുള്ള ചോദ്യം കേട്ടോ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രോപോണിക്സ് എന്നാൽ എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞത് വെച്ച് ഹൈഡ്രോപോണിക്സ് എന്താണ്? ഹൈഡ്രോപോണിക്സ് ഈസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ്. പുതിയ രീതിയാട്ടോ. എന്താ? ന്യൂ മെത്തേഡ് ഓഫ് growing plants without soil. In this method of cultivation, plants are grown in a nutrients solution instead of soil. എന്താ നിങ്ങളെ? മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന, ഇപ്പോൾ അത് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കും, മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് എന്ത്? ഹൈഡ്രോപോണിക്സ് എന്ന്
പറയുന്നത് കേട്ടോ. ഈ കൃഷിരീതിയെ മണ്ണിന് പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്ന പോഷണ ലായനി ഉണ്ടല്ലോ അതിനകത്തിൽ വെച്ചാണ് ഇത് വളർത്തുന്നത്. എന്താ ഹൈഡ്രോപോണിക്സ് എന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞിലെ കോട്ടിലിഡോൺ. എന്താണ് ഈ കോട്ടിലിഡോൺ? ദ ഫുഡ് ഫോർ ദ പ്ലാന്റ്സ്. ഈ ചാപ്റ്റർ നല്ലതുപോലെ നിങ്ങൾക്ക് ഞാൻ വായിക്കുന്നതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്റർ അടിച്ചു കൊടുത്താൽ മതി. എൻ്റെ ലിങ്കിൽ കയറിയിട്ട് എന്താ 4-ാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ മതി. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് നോട്ട് കിട്ടാത്തവർക്ക് ഞാനൊന്ന് ഓടിച്ചിട്ട് പറയുന്നതേ ഉള്ളൂ നിങ്ങൾ കേട്ടോ. ഏതെങ്കിലും നോട്ട് കിട്ടാതുള്ളവർക്ക് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ കോട്ടിലിഡോൺ എന്ന് വെച്ചാൽ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ എ ലീഫ് ഒബ്റ്റൈൻഡ് ഫ്രം ദ കോട്ടിലിഡോൺ. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ ബീജപത്രത്തിൽ നിന്നുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻഡോസ്പേംസ് ഈസ് ദ പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ടിലിഡോൺ കേട്ടോ. ബീജപത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗമാണ് ഈ ബീജ അണ്ണം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്നത്. അതൊക്കെ ഓരോ മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. ഒരു മാർക്കിനൊക്കെ ഫില്ലപ്പായിട്ട് ചോദിക്കുകയെ ഇൻ പ്ലാന്റ്സ് വിത്ത് ഓൺലി വൺ കോട്ടിലിഡോൺ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ എൻഡോസ്പേംസ് അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ ഇറ്റ്സ് ലീവ്സ്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ആ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ ബീജ അന്നത്തിൽ നിന്നുമാണെന്ന് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇത് ഞാൻ സ്പീഡിൽ പോകുന്നു വിചാരിച്ച് നിങ്ങൾ സ്പീഡിൽ പോകല്ലേ, നിങ്ങൾ പഠിച്ച് വേണേ പോകാൻ. അടുത്ത സീഡ് ജെർമിനേഷൻ. എന്താണ് ഈ സീഡ് ജെർമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ നിങ്ങളെ, വിത്ത് മുളയ്ക്കൽ. മുമ്പ് നമ്മൾ പറഞ്ഞതാ ദ സീഡ് ബിക്കംസ് സോക്ക്ഡ് ആൻഡ് ദ ഔട്ടർ ഷെല്ല് ബേസ്റ്റ്. ഫസ്റ്റ് the radicle and then the plumule emerge. The radicle becomes the root of the plant. The plumule becomes the stem and leaves. The growing plants consume the food stored in the cotyledon or endosperm until photosynthesis fully functional. വല്ലോ മനസ്സിലായോ? ഇത് നിങ്ങൾ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. വിത്ത് മുളയ്ക്കൽ എന്നാൽ എന്താണ് എന്ന് വെച്ചാൽ വിത്ത് കുതിർത്തിട്ട് നമ്മൾ വിത്ത് പെട്ടെന്ന് അങ്ങ് നടുവല്ല, വിത്ത് കുതിർക്കണം കേട്ടോ. കുതിർത്തിട്ട് അതിൻ്റെ പുറന്തോടങ്ങ് പൊട്ടും. അന്നേരം അതിൻ്റെ ആദ്യ ബീജം മൂലവും പിന്നീട് അതിൻ്റെ ബീജശീർഷവുമാണ് പുറത്ത് വരുന്നത്. നമ്മൾ ഈ അയ്യത്തൊക്കെ ഓരോന്ന് കിളിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? പയറൊക്കെ നട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. പയർ നടുമ്പോൾ അറിയാം അതിൻ്റെ ബീജമൂലവും പിന്നീട് അതിൻ്റെ ബീജശീർഷവുമാണ് പുറത്ത് വരുന്നത്. ഫസ്റ്റ് ദ റാഡിക്കിൾ ആൻഡ് പ്ലിമ്യൂള് എമർജ് അല്ലേ. ഈ ബീജമൂലം ചെടിയുടെ വേരായിട്ട് അങ്ങ് മാറും. അത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. എന്താ റാഡിക്കിൾസ് ബിക്കംസ് ദ റൂട്ടായി ബീജമൂലം ചെടിയുടെ വേരായിട്ട് അങ്ങ് മാറും. പക്ഷേ ബീജശീർഷം അതിൻ്റെ തണ്ടും ഇല. ദ പ്ലിമ്യൂള് ബിക്കം സ്റ്റെം ആൻഡ് ലീഫ്. ബീജശീർഷം അതിൻ്റെ തണ്ടും ഇലയുമായിട്ട് മാറും. അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. പൂർണ്ണമായിട്ടും പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ഇത് ബീജപത്രത്തിലോ അല്ലെങ്കിൽ ബീജ അന്നത്തിലോ കരുതി വെച്ച ആ ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി സീഡ് ഡിസ്പേഴ്സൽ എന്താണ്? Seed dispersal is the process in which seeds from the mother plant reach different location. മാതൃ സസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് എന്താണ് ബീജാങ്കുരണം കേട്ടോ. എന്താ നിങ്ങളെ ബീജാങ്കുരണം അല്ലെങ്കിൽ ജെർമിനേഷൻ എന്നാൽ എന്താണ്? ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോവിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ എ ഫേവറബിൾ സർക്കംസ്റ്റൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആവും. ചിലപ്പോൾ 2 മാർക്കിക്കും. വാട്ട് ഈസ് ജെർമിനേഷൻ? വിത്തിനുള്ളിലെ ഭ്രൂണം അതിൻ്റെ അനുകൂലമായ സാഹചര്യത്തിൽ തയ്യായിട്ട് അങ്ങ് വളരുന്ന പ്രക്രിയയാണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ജെർമിനേഷൻ എന്ന് പറയുന്നത്. റാഡിക്കിൾ മുമ്പ് നമ്മൾ പറഞ്ഞു പ്ലിമ്യൂള് റാഡിക്കിൾ മേപ്പോട്ട് പോകുന്നതിനെ റാഡിക്കിൾ നിന്നും താപ്പോട്ട് വരുന്നത് പ്ലിമ്യൂൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ടു കം ഔട്ട് ഫ്രം ദ സീഡ് ഡ്യൂറിങ് ജെർമിനേഷൻ ഈസ് കാൾഡ് റാഡിക്കിൾ. റാഡിക്കിൾ ഗ്രോ ഇൻ ടു സോയിൽ ആൻഡ് ഫോം റൂട്ട്. റാഡിക്കിൾ എപ്പോഴും വളരുന്നത് എന്താ നിങ്ങളെ മണ്ണിന് അടിയിലോട്ടാണെന്ന് ഓർത്തോണം കേട്ടോ. റാഡിക്കിൾ എപ്പോഴും മണ്ണിൻ്റെ അടിയിലോട്ടാണ്. ഗ്രോ ഇൻ ടു ദ സോയിൽ കേട്ടോ. എന്നാൽ അപ്പം മറ്റേ പ്ലിമ്യൂളോ? ദ പ്ലിമ്യൂൾ ഈസ് ദ പോർഷൻസ് ദാറ്റ് ഗ്രോ അപ്വേഡ് ഫ്രം ദ എംബ്രിയോ. ദ പ്ലിമ്യൂൾ ഗ്രോ ഇൻ ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ്. അതുപോലെ എന്താ ഭ്രൂണത്തിൽ നിന്നും ഇത് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം പ്ലിമ്യൂള്. ഈ ബീജശീർഷം വളർന്നാണ് അതിൻ്റെ കമ്പ് അല്ലേ സ്റ്റെമ്മ് കാണ്ഡമായിട്ട് മാറുന്നതെന്ന്. കോട്ടിലിഡോൺ ബീജപത്രം എന്നാൽ എന്താണ്? ദ ജെർമിനേറ്റിംഗ് സീഡ്സ് യൂസിങ് ദ ഫുഡ് ഓഫ് എ കോട്ടിലിഡോൺ അണ്ടിൽ ദ ലീവ്സ് ഗ്രോ ഇനഫ് ടു സിന്തസിസ് ഫുഡ്. ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ അതിൻ്റെ ബീജപത്രത്തിലെ ആഹാരമാണ് അത് വളർച്ചയായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് വട്ടം പറഞ്ഞു കുഞ്ഞുങ്ങളെ, അത് മറക്കല്ലേ കേട്ടോ. ഈ ഒരു വരി ഉറപ്പായിട്ട് ഏതിനെങ്കിലുമൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. 12. അടുത്ത എന്താണ് ഈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ നിങ്ങളെ സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ കാണാൻ പറ്റുന്നുണ്ടോ?
seed. If all the seed of a plant fall and germinate at the basis of the plant, we will not get the soil, water, sunlight and minerals they need to grow. So the seeds have to be dispersed many places. എന്ന് വെച്ചാൽ വിത്ത് വിതരണം ഒരു ചെടിയുടെ എല്ലാ വിത്തുകളും ചെടിയുടെ ചുവട്ടിൽ മുളച്ചാൽ അവയ്ക്ക് വളരാൻ ആവശ്യമായ മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ധാതുക്കളും ഒന്നും ലഭിക്കത്തില്ല. അതുകൊണ്ട് ഈ വിത്ത് മുളയ്ക്കൽ പലയിടത്തായിട്ട് വിതറി നടണമെന്നാണ് പറയുന്നത്. വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന തേങ്ങയ്ക്കുള്ള അനുകൂലങ്ങൾ എന്തെല്ലാം എന്താവും നിങ്ങളെ അത് നമ്മൾ ഓർമ്മയുണ്ടോ? ഹൗ ഡസ് എ കോക്കനട്ട് അഡാപ്റ്റ് ഫോർ ഫ്ലോയിങ് ത്രൂ വാട്ടർ? ഈവൻ ഇഫ് ഇറ്റ് റിമൈൻ ഇറ്റ് വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റൂട്ട്. കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും എന്താ തേങ്ങ ചീഞ്ഞു പോവില്ല എന്നാ പറയുന്നത്. ഇറ്റ് വിൽ ഫ്ലോട്ട് ഓൺ ദ വാട്ടർ as the husk is filled with air. അതിൻ്റെ തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ അത് എപ്പോഴും എന്താ പൊങ്ങിക്കിടക്കും കേട്ടോ. അടുത്തത് വാട്ട് കുഡ് ബി റീസൺസ് ബിഹൈൻഡ് അപ്പുപ്പന്താടി? അപ്പുപ്പന്താടിയുടെ വേറൊരു പേരെന്താവും നിങ്ങളെ? മിൽക്ക് വീഡ് എന്താ പപ്പൂസ് അല്ലേ, ഫ്ലൈങ് ഉണ്ടാവും. അപ്പുപ്പന്താടികൾ കാറ്റിൽ പറക്കാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് അത് പറന്നു പോകുന്നത്? ഐ ലൈറ്റ് സീഡ്സ് അല്ലേ, അതിന് വിത്ത് ഭാരമില്ല. ഹെയർ ലൈക്ക് പാർട്ട് ഓഫ് ഫ്ലൈ ഹാവ് പാർട്ട് ദാറ്റ് ഹെൽപ്പ് ടു ഫ്ലൈ. രോമം പോലെയുള്ള സാധനം, രോമം പോലെ ഉണ്ടല്ലേ, അതുകൊണ്ട് എന്താ പറന്ന് അത് എവിടെ? അപ്പുപ്പന്താടി കണ്ടിട്ടില്ലേ? അത് പറന്നു പോകാനുള്ള രണ്ട് മാർഗ്ഗമായിരിക്കും ഇത്ര എഴുതി വെക്കുന്നത് കേട്ടോ. ജന്തുക്കൾക്കും പക്ഷികൾക്കും ആഹാരമാക്കുന്ന എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്നത്? വാട്ട് ആർ ദ ഫ്രൂട്ട്സ് എറൗണ്ട് ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ്? ആപ്പിൾസ്, മാംഗോ അല്ലേ, അതൊക്കെ സ്വന്തമായിട്ട് എഴുതി കൂടെ എന്തൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടെന്ന്. ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതയുണ്ടോ നിങ്ങളെ? ഫ്ലഷി പാർട്ട്, സ്വീറ്റ് ടേസ്റ്റ്, ബ്രൈറ്റ് കളർ, അരോമാറ്റിക് സ്മെല്ല്, സോഫ്റ്റ് ടെക്സ്ചർ അല്ലേ, നല്ല കളറും മണവും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ നെയിലും ഒക്കെ അത് പറന്നു വരുന്നുള്ളൂ അല്ലേ. ലീവ്സ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ എന്താ? പാർട്ട് ഓഫ് ലീവ്സ് എന്താ? ലാമിന, പെറ്റിയോൾസ്, വെയിന്, മിഡ്രിബും ഒക്കെ കേട്ടോ. ലീഫ് വെനേഷൻ എന്താണ്? ഇത് ഒരു മാർക്കിൽ ചോദിക്കുന്നത് കേട്ടോ. ദ പാറ്റേൺ ഫോംഡ് ബൈ ദ വെയിൻ ഓൺ ദ ലീഫ് ഈസ് കാൾഡ് ലീഫ് വെനേഷൻ. ദ പാറ്റേൺ ഫോംഡ്, ഇത് രണ്ട് വെനേഷൻ ഉണ്ട്. ഏതൊക്കെയാ? അത് നമ്മൾ ഇനിയും പഠിക്കാൻ പോവുകയാണ്. പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്നത് ലേഡീസ് ഫിംഗർ, ബോൾസം, റബ്ബറിൻ്റെ വിത്ത്, ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. ഞാൻ സ്പീഡിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വാട്ട് ഈസ് ദ യൂസസ് ഓഫ് വെയിൻ ഇൻ ലീവ്സ്? ഇറ്റ് ഈസ് എന്താ? ത്രൂ vein of leaves water is brought to the leaf and food is taken from the leaf. ഇലകളിലെ സിരകളുടെ ഉപയോഗം എന്തല്ല? ഇലകളിലെ സിര എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ഇല എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ അതിനകത്തിൽ ഇങ്ങനെ വര പോലെ കാണുന്നില്ല? അതാ ഈ ഇലകളുടെ സിരകളിലൂടെയാണ് ഇലകളിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത് കേട്ടോ. ഇലകളിൽ നിന്നും ആഹാരം കൊണ്ടുവരുന്നതും എല്ലാം ഈ ആ ഇലക്കകത്തിൽ ഈ വര പോലെ കാണപ്പെടുന്നില്ല, അതിൻ്റെ സിരകൾ അല്ലേ, വെയിന്. അതിനകത്തിൽ കൂടെ ഈ ആഹാരം അവർ രാവിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അടുത്ത രണ്ട് തരത്തിലുള്ള വെനേഷൻ പറയുന്നുണ്ട് കേട്ടോ. വെനേഷൻ നീണ്ട, ഇപ്പം നമ്മളൊരു ഇല വരച്ചിട്ട് നമ്മൾ ആ ചാപ്റ്ററിനകത്തിൽ എടുത്തതാ കേട്ടോ. ഇങ്ങനെ എന്താ അല്ലെ, നിങ്ങൾ ആ ലീഫിൻ്റെ പടം ടെസ്റ്റിലുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ നോക്കണേ. എന്ന് വെച്ചാൽ മെനി സ്മാൾ ബ്രാഞ്ചസ് ദാറ്റ് കം ഔട്ട് ഫ്രം ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ലൈക്ക് ദ ലിങ്ക് ഓഫ് എ നെറ്റ്. ദിസ് ഈസ് എ റെക്ടിക്കുലർ വെനേഷൻ കേട്ടോ. പക്ഷേ നേരെ കേട്ടില്ലോ, ഇങ്ങനെ വരച്ച് നേരെ ഇങ്ങനെ ഒന്നൊന്നിനെ മുട്ടാതെ ഇങ്ങനെ പോകുന്നതിനാണ് പാരലൽ വെനേഷൻ. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ രണ്ടെണ്ണം ഡിഫറൻസ് ബിറ്റ്വീൻ ദ റെക്ടിക്കുലർ വെനേഷൻ ആൻഡ് പാരലൽ വെനേഷൻ അല്ലേ. ജാലിക സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വെച്ചാൽ ഒന്നൊന്നിനെ കൂട്ടിമുട്ടാതെ ഇങ്ങനെ വരച്ച് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാരലൽ, സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് 2-3 എക്സ്പെരിമെൻ്റ് ഉണ്ടോ നിങ്ങളെ? അത് വിത്ത് വെള്ളം എന്താ പിന്നെ മണ്ണില്ലെങ്കിൽ കിളിക്കുമോ? അല്ലെങ്കിൽ ഇത് ഞാനൊന്ന് കാണിക്കാം. നിങ്ങളത് ഒന്ന് അഥവാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടോ. ഇതിനി വായിച്ച് തീരുമ്പോഴത്തേക്ക് ഒരുപാട് എടുക്കും. കുറേ എക്സ്പെരിമെൻ്റ് നമ്മൾ അന്ന് ആ പാർട്ടിൽ പറഞ്ഞായിരുന്നു കേട്ടോ. കേട്ടോ, സൂര്യപ്രകാശം കിടക്കാത്ത സ്ഥലത്ത് വെച്ചിരുന്നാൽ ഇത് കിളിക്കുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട് കേട്ടോ. അതൊക്കെ നോക്കണേ. ഓക്കെ, അങ്ങനെ ആ 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത 4ാമത്തത് സീഡ് ഓഫ് ലൈഫ്. ചാപ്റ്റർ 4 സീഡ്സ് ഓഫ് ലൈഫ്, ജീവനുള്ള വിത്തുകൾ. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഫൗണ്ട് ടു ബി എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്? വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ വായു, ജലം. ഇപ്പം നമ്മൾ ഇതെല്ലാം പറഞ്ഞല്ലേ നിങ്ങളെ, നാളികേരത്തിൻ്റെയൊക്കെ അല്ലേ. നാളികേരം വലിപ്പം കൂടുതലാണ്, വിത്തിന് ഏകദേശം ഉരുണ്ടാകൃതിയിൽ കാണപ്പെടുന്നു, ഏറ്റവും പുറമേ ചകിരി കൊണ്ടുള്ള ആവരണമാണ്, ഏറ്റവും ഉള്ളിലുണ്ട്. ആ ഒരു ചോദ്യം നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് ഞാൻ ഈ പാഠമല്ല ഇപ്പോൾ വായിച്ചത്. ഓക്കെ, വൈ ഡോണ്ട് സീഡ് ജെർമിനേറ്റ്? എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത്? കണ്ടോ, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. വൈ സീഡ് ജെർമിനേറ്റ്? എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത്? മെച്യൂരിറ്റി ഈ സെസൻ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതൊക്കെ ഉണ്ട്, നിങ്ങളങ്ങ് വായിക്കണേ കേട്ടോ. കണ്ടേ, കാരണം ഇപ്പം നമ്മൾ വായിച്ചതാണ്ട് ഹൈഡ്രോപോണിക്സ് എന്താണ് കണ്ട, 1 മാർക്കിൻ്റെയൊക്കെ ഉണ്ട്. നമുക്ക് ഹൗ മെനി കോട്ടിലിഡോൺസ് ഡസ് എ പീ സീഡ്സ്? പീക്കകത്തിൽ, അതായത് പയറിനകത്തിൽ എത്ര ബീജപത്രം ഉണ്ട്? 2 കേട്ടോ. ചോളത്തിലോ 1 ഉള്ളൂ കേട്ടോ. അതൊക്കെ 1 മാർക്കിന് ചോദിക്കാമേ. ഞാൻ വായിച്ചില്ല എന്ന് കരുതി നിങ്ങൾ പഠിക്കാതിരിക്കല്ലേ. വിത്ത് മുളച്ച ശേഷം സസ്യഭാഗങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? കണ്ടോ, ഹൗ ഡു പ്ലാന്റ്സ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ്?
കണ്ടോ, മലയാളവും ഇംഗ്ലീഷും ഉണ്ടേ കുഞ്ഞുങ്ങളെ. നിങ്ങളത് പോസ് ചെയ്തിട്ടിട്ട് നോക്കണേ ഏതെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാകുന്നത്. ആർ ദ സീഡ്സ് ഓൺലി പ്ലാന്റിങ് മെറ്റീരിയൽസ് യൂസ്ഡ്. കണ്ടോ, ഇതൊക്കെ നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് നോക്കണേ. നമുക്ക് അത്രയും വായിക്കാൻ ഇത്, കാരണം ഈ ചാപ്റ്റർ നമ്മൾ എടുത്തു, അതുകൊണ്ടാട്ടോ. ഇനി അതിനകത്തിലെ അധികത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്, മരച്ചീനി കേട്ടോ, റൂട്ട്, ലീഫ്. തുമ്പച്ചെടിയുടെയും പുൽച്ചെടിയുടെയും വേരുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കണ്ടോ. ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും തങ്ങളുടെ ഡിഫറൻസ് എന്തോന്ന് ചോദിക്കുമ്പോഴേ അതങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് ഗ്രാസ് ആൻഡ് ലൂക്കസ് പ്ലാന്റ് കണ്ടോ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ, അടുത്ത 5ാമത്തെ ചാപ്റ്ററാണ് സ്കൈ നിയർ അറ്റ് ഹാൻഡ്. നോക്കിക്കോ, ഒന്നാമത്തെ, ക്യാൻ യു നെയിം സം ഓഫ് ദ വേൾഡ് ഫേമസ് ആസ്ട്രോണമേഴ്സ്. കുഞ്ഞിലെ ലോക പ്രശസ്തരായ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? ഗലീലിയോ, ന്യൂട്ടൺ, കോപ്പർനിക്കസ്. ക്യാൻ യു നെയിം സം ഫേമസ് ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ്. പ്രശസ്തരായ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ: ആര്യഭട്ട, ഭാസ്കരാചാര്യന്. ഹൗ ഡിഡ് ദ മെനി സ്റ്റോറീസ് ഇൻവോൾവ് അബൌട്ട് ദ സ്റ്റാർസ്. ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റിയുള്ള കഥകൾ ഉണ്ടായത് എങ്ങനെയാണ്? ദ ആൻഷ്യന്റ് പീരീഡ് ഇമാജിൻഡ് സർട്ടൺ ഷേപ്പ് കണക്റ്റഡ് ദ നെയ്ബറിംഗ് സ്റ്റാറുകൾ. They gave the name of methodological characters exist. ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കേട്ടോ. ആകാശത്ത് അതെന്തുകൊണ്ടാകുന്നത് അത് പോട്ടെ. അടുത്ത, what did our ancestors find out observing the position of the stars. നക്ഷത്രങ്ങളുടെ സ്ഥാനം നിരീക്ഷിച്ചിട്ട് എന്തെല്ലാം കണ്ടെത്താൻ നമ്മുടെ പൂർവികർക്ക് കഴിഞ്ഞിട്ടുണ്ട്? The farmers identified the relations of drought, rain and recurring overflow of rivers with the position of stars. They used this information for farming. Moreover, the position of the stars helped the travelers to identify the direction. നക്ഷത്രങ്ങളുടെ സ്ഥാനം കാലാവസ്ഥയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ പൂർവികർ മനസ്സിലാക്കി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നു. കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തി. കൂടാതെ സഞ്ചാരികൾക്ക് ദിശ അറിയാനുമൊക്കെ നക്ഷത്രങ്ങളുടെ സ്ഥാനം അറിയുമായിരുന്നു എന്നാ പറയുന്നത്. വാട്ട് ഈസ് സ്കൈ? ആകാശം എന്നാൽ എന്താ? ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷമാണ് ആകാശം. ദ അറ്റ്മോസ്ഫിയർ അറൌണ്ട് ദ എർത്ത് ഈസ് കാൾഡ് സ്കൈ. വാട്ട് ഈസ് സ്പേസ്? ദ സ്പേസ് ഈസ് ദ ഹാർഡ് വാക്വം വിത്തൗട്ട് എയർ ഔട്ട്സൈഡ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ദ മൂൺ, ദ സൺ ആൻഡ് ദ സ്റ്റാർസ് ആർ ഇൻ ദ സ്പേസ്. സ്പീഡിൽ പോകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാലോ നിങ്ങൾ എഴുതിയെടുത്തോണേ. അടുത്ത, ബഹിരാകാശം. സ്പേസ് എന്നാൽ എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെയാണ് ബഹിരാകാശത്തുള്ളത് അല്ലേ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ തലത്തിലാണോ കാണുന്നത്? വെൻ വ്യൂ ആണോ നിങ്ങളെ? അല്ല. എന്തുകൊണ്ടാ? viewed from Earth, we feel all the celestial bodies are on the same plane. It is really like that. Alpha Centauri എന്ന് പറയുന്നൊരു ഇതുണ്ടോ നിങ്ങൾ? ആൽഫ സെഞ്ചുറി ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 60 lakh എർത്ത്. അത് നമ്മുടെ ഭൂമി, അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. സണ്ണ്, സൂര്യനെ കുറിച്ച്, എർത്തിനെ കുറിച്ച്, മൂണിനെ കുറിച്ചൊക്കെ നമ്മുടെ ടെസ്റ്റിൽ തന്നെ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അത് നോക്കുക. വാട്ട് ഈസ് ഹണ്ടർ? എന്താണ് ഈ വേട്ടക്കാരൻ? ഓറിയോൺ ഓർമ്മയുണ്ടോ? ദിസ് ഈസ് എ കോൺസ്റ്റലേഷൻ വിസിബിൾ ഇൻ ദ ഈസ്റ്റേൺ ഹൊറിസോൺ അറ്റ് ഡസ്ക് in December. When the stars are connected, we can imagine the shape of a hunter and hence given the name hunter. The Greek gave the name Orion, which is the name of a hunter in their mythology. ഡിസംബർ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളങ്ങളിൽ കാണപ്പെടുന്ന നക്ഷത്രഗണമാണ് ഇതില് നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാം. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. അടുത്ത എന്താണ് സപ്തഋഷീസ്? സപ്തം എന്ന് കേൾക്കുമ്പോഴേ 7 അല്ലേ. ദീസ് ഈസ് ദ കോൺസ്റ്റലേഷൻസ് ഇൻ ദ നോർത്തേൺ ഹൊറിസോൺ ക്ലിയർലി വിസിബിൾ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ. അടുത്ത മാസം കാണാം കേട്ടോ. ദ നെയിം സപ്തഋഷീസ് വാസ് ഗിവൺ ബൈ ഇന്ത്യൻസ് ബിക്കോസ് 7 stars can be seen very clearly in the constellation. കേട്ടോ. ഓക്കെ, എന്താണ് സപ്തഋഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? ഏപ്രിൽ മാസങ്ങളിൽ വടക്കൻ ചക്രവാളങ്ങളിൽ കാണപ്പെടുന്ന നക്ഷത്രഗണമാണ് സപ്തഋഷി. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നത് കൊണ്ടാണ് ഇതിനെ ഈ പേര് വിളിക്കുന്നത് കേട്ടോ. ഇനി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് ബിഗ് ഡിപ്പർ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. നക്ഷത്ര നിരീക്ഷണത്തിൽ ഏതെല്ലാം ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്? അത് നമ്മൾ നക്ഷത്രങ്ങളെ നോക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണമെന്നുള്ള നമ്മൾ പഠിച്ചതാവും നിങ്ങളെ. അതൊന്ന് നോക്കണേ കേട്ടോ. 4 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് എളുപ്പം അങ്ങ് നോക്കണേ. അടുത്ത
സ്പേസ് സ്റ്റേഷൻ എന്നാൽ എന്താണ്? എ സ്പേസ് സ്റ്റേഷൻ ഈസ് എ ലബോറട്ടറി സെറ്റപ്പ് ഇൻ ദ സ്പേസ്. വി ക്യാൻ ഒബ്സർവ് ആൻഡ് കണ്ടക്ട് എക്സ്പെരിമെന്റ് ഫ്രം ദ സ്പേസ്. ഇറ്റ് ഈസ് സെൽഫ് ഇൻ എ സ്പേസ് സ്റ്റേഷൻ. ബഹിരാകാശത്ത് നിന്നും തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. വാട്ട് പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹു റീച്ച് ദ സ്പേസ് സ്റ്റേഷൻസ് ഫോർ എക്സ്പെരിമെന്റ്? പരീക്ഷണങ്ങൾക്കായി ബഹിരാകാശ നിലയങ്ങളിൽ എത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും? അവിടെ എയർ ഇല്ല, നോ എയർ, നോ ഫുഡ്, വെയിറ്റ്ലെസ് ആയിരിക്കും, നോ ഈസി ടു മൂവ് കേട്ടോ. അതൊക്കെ നമ്മൾ ഓർമ്മയുണ്ടോ നിങ്ങളെ? വാട്ട് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആർ നീഡഡ് ടു ഓവർകം സച്ച് പ്രോബ്ലം? ഇത്തരം സംഭവങ്ങൾ മറികടക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം കണ്ടോ? അതങ്ങ് എഴുതിയെടുക്കണേ. 13ാമത്തെ അടുത്തത് എന്താണ്? ചന്ദ്രനെ കുറിച്ച് വൺ വേഡ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാകും നിങ്ങളെ ചന്ദ്രന്. അതുപോലെ തന്നെ ഏത് സാറ്റലൈറ്റ്, ഒരു ഉപഗ്രഹത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ മൂണാണ്. വാട്ട് ഈ സാറ്റലൈറ്റ്? ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. സാറ്റലൈറ്റ് ആർ സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് റിവോൾവ് അറൗണ്ട് ദി പ്ലാനറ്റ് കേട്ടോ. ഇനി ചന്ദ്രനെ സ്വയം പ്രകാശിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ടോ? The moon cannot shine on its own. The sunlight fall on the moon get reflected. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടിയാണ് ചന്ദ്രൻ പ്രതിഫലിക്കുന്നത്, അല്ലാതെ ചന്ദ്രന്റെ പ്രകാശമില്ല എന്നാ പറയുന്നത്. ചന്ദ്രന്റെ പ്രത്യേകത എന്താണ്? സ്പെരിക്കൽ ഷേപ്പാണ്. cannot shine on its own. seen from the earth the shape varying from several days. ഞാൻ സ്പീഡിൽ പറയുന്നത് എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, എല്ലാ നോട്ടുകളും ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അടുത്ത ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകൃതിയിൽ പല ദിവസങ്ങളിൽ വ്യത്യാസം കാണുന്നു അല്ലേ? വാട്ട് ദ ലൂമിനസ് ഒബ്ജക്റ്റ് ആർ ദെയർ ഇൻ ദ സ്കൈ? പ്രകാശിക്കുന്നത് ഏതെല്ലാം വസ്തുക്കൾ ആകാശത്തിലുണ്ട്? സണ്ണ്, സ്റ്റാറും ഒക്കെ ഉണ്ട് അല്ലേ? അടുത്ത നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളുടെയും എങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുമെന്ന് കേട്ടോ. നോക്കണേ, ഏതാണ്ട് ഒരു 4 എണ്ണം, അതും 3 എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചോദ്യങ്ങൾ കാണുന്നുണ്ടോ നിങ്ങളെ? 20ാമത്തെ ചോദ്യമാണ്. ഓക്കെ, അടുത്ത എന്താണ് ഈ സോളാർ സിസ്റ്റം? സൗരയൂഥം എന്നാൽ എന്താണ്? ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സണ്ണ്, ദ പ്ലാനറ്റ് അറൗണ്ട് ദ സണ്ണ്, സാറ്റലൈറ്റ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്. സൂര്യനും അതിനെ ചുറ്റുമുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നാണ് സൗരയൂഥം. മൊത്തം നമുക്ക് പ്ലാനറ്റ്സുകൾ എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? 8 എണ്ണം ഉണ്ട് അല്ലേ? വാട്ട് ഈസ് ഓർബിറ്റ്? 8 എണ്ണം എഴുതിയെടുക്കണേ. അത് ഓർഡറിൽ തന്നെ പഠിക്കുകയും വേണം കേട്ടോ. ഇപ്പം 3ാമത്തെ ഏതാ 5ാമത്തെ ഏതാന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയണം. ഓർബിറ്റ് അല്ലെങ്കിൽ പരിക്രമണ പദം അല്ലേ? ദ പാത്ത് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ് ഈസ് കാൾഡ് ഓർബിറ്റ്. ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിക്രമണ പദം എന്ന് പറയുന്നത്. അടുത്ത ബിറ്റ്വീൻ ദ ഓർബിറ്റ് ഓഫ് വിച്ച് പ്ലാനറ്റ് ഡസ് ദ? ഭൂമിയുടെ പരിക്രമണത്തിന്റെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണത്തിനിടയിലാണ്? അതുപോലെ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങളെ. കൃത്രിമ ഉപഗ്രഹങ്ങൾ കേട്ടോ, അതൊരു 3-4 കൃത്രിമ ഉപകരണങ്ങളുടെ പേരും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. വാട്ട് ആർ ദ സം അതർ സർവീസ് ദാറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ? എന്തിനൊക്കെയാണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നത്? ഭൂമി സർവേക്ക്, വാർത്താവിനിമയത്തിന്, കാലാവസ്ഥാ പ്രവചനത്തിനും ഒക്കെ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്താണെന്ന് അങ്ങ് എഴുതിയെടുക്കണേ കേട്ടോ. ഇതെവിടെ സ്പീഡിൽ ഓടുകയെന്നൊരു ചോദ്യമല്ലേ കുഞ്ഞുങ്ങളെ? എല്ലാ ചാപ്റ്ററും കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ. റോക്കറ്റ് എന്താ? റോക്കറ്റ് എന്ന് വെച്ചാൽ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഈ റോക്കറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. ISROയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ISROയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഫുൾ ഫോം ചോദിച്ചാലും എഴുതിക്കോണേ കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ ഉണ്ട്, അമേരിക്ക, യൂറോപ്പിൻ്റെ കേട്ടോ. ഓരോന്നിൻ്റെയും പേര് നോക്കണേ, ചിലപ്പോൾ ഫില്ലപ്പിന് ചോദിക്കും കേട്ടോ. ജപ്പാൻ്റെ JAXA, ചൈനയുടെ CNCA, അമേരിക്കയുടെ നാസ, റഷ്യയുടെ റോസ്കോമോസ് ഉണ്ട്. മലയാളം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ രാജ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഏതാ? തുമ്പയുണ്ട്. പിന്നെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഉണ്ട്, ആന്ധ്രാപ്രദേശിലാണ്. അബ്ദുൽ കലാം ഉണ്ട് അല്ലെ? ഒഡീഷയിലെ അബ്ദുൽ കലാം കണ്ടോ. നമ്മുടെ രാജ്യത്തിൽ ഇതൊക്കെ ഉണ്ടെന്നുള്ള കേട്ടോ. അടുത്ത ചന്ദ്രയാത്രകൾ, വോയേജ് ഓഫ് മൂൺ കേട്ടോ. ആരൊക്കെ പോയി, എന്തൊക്കെ പോയി എന്നൊക്കെ ഉള്ളതുണ്ട്. ചന്ദ്രനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ചന്ദ്രനിൽ ആദ്യമായിട്ട് പോയത് ആരാണെന്നും എന്നാ പോയെന്നും നാസ അപ്പോളോയെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ എഴുതിയെടുക്കുക. ഓക്കെ, അങ്ങനെ 4ാമത്തെ ചാപ്റ്ററും കഴിഞ്ഞിരിക്കുന്നു. അടുത്ത 5ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ. അടുത്തത് സ്കൈ നിയർ അല്ലേ? സ്കൈ എന്താണ്? സ്പേസ്. അതിപ്പം നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഹണ്ടർ, ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? കാസിയോപ്പിയ ആ പടം കൊടുത്തു വേണേ. സ്കോർപിയോണ് വൃശ്ചിക മാസത്തിൽ ഏത് മാസത്തിലാണ് വരുന്നതെന്നൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കണേ നിങ്ങളെ. ഏത് മാസത്തിൽ എങ്ങനെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്, വേട്ടക്കാരൻ എന്താണെന്നും ഒക്കെ. അടുത്ത സപ്തഋഷിയെ കുറിച്ച് കണ്ട് ആരൊക്കെയാണ് ഈ സപ്തഋഷി എന്നൊക്കെ. സപ്തഋഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 എണ്ണം ഉള്ളതാണ്. അതിൻ്റെയൊക്കെ പേരുൾപ്പെടെ അന്ന് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കണ്ട. 7 എണ്ണത്തിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. മൂണിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മൂണിനെ ബേസ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുക എന്നുള്ള. മൂൺ ഈസ് ദ വൺ ആൻഡ് ഒൺലി സാറ്റലൈറ്റ് ഓൺ ദ എർത്ത്. സൺ ഈസ് ദ നിയറസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. സമാധാനത്തെ ഇരുന്ന് വായിച്ച് ആൻസർ എഴുതുക എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ സമാധാനത്തെ
കേട്ടോ. അടുത്ത നക്ഷത്ര നിരീക്ഷണത്തിന് എന്തെല്ലാം ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് കണ്ടോ. അത് ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ. പിന്നെ കിട്ടാത്തവർക്ക് വേണ്ടി ഞാനിതൊന്ന് ഇട്ടതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. സൗരയുധം എന്നാൽ എന്താണ് കണ്ടോ. സൗരയുധം എന്നാൽ എന്താണ്, നമ്മുടെ 7 പ്ലാനറ്റുകൾ എന്താണ് കണ്ടോ. ഓർബിറ്റിനെ കുറിച്ച്, ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട, ആദ്യത്തെ ആര്യഭട്ട കേട്ടോ. അത് 1975 ഓക്കെ. പിന്നെ കുറേ വൺ വേഡ് കൊടുത്തിട്ട് കൃത്രിമ ഉപകരണങ്ങളുണ്ട്. GPS കൊടുക്കുന്നത്, GPS ഉണ്ട് ഉണ്ടോ. ഇൻസാറ്റ്, എജ്യൂസാറ്റ് കേട്ടോ. ഇതൊക്കെ എന്തോത്തിനാന്ന് നിങ്ങളെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോന്നും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളാണ് ഇതെല്ലാം. അതൊക്കെ എന്തോ കാര്യത്തിന് വേണ്ടിയാണെന്നുള്ളത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും. അടുത്തത് 6ാമത്തെ ചാപ്റ്റർ എനർജി. ഊർജ്ജം എന്നാൽ എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം അല്ലേ. ജോലി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. നമുക്ക് ഊർജ്ജത്തെ കാണാൻ കഴിയില്ല. വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് പ്രകടമാകുന്നത്. ചൂടും വെളിച്ചവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഊർജ്ജത്തിൻ്റെ രൂപങ്ങളാണ് കേട്ടോ. എനർജി എന്നാൽ എന്താണ്? വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ യുവർ ഹൗസ് വേർ എനർജി ഈസ് യൂട്ടിലൈസ്ഡ് കണ്ടോ. ഓക്കെ. അടുത്ത 3 വാട്ട് ആർ ദ സോഴ്സസ് ഫ്രം വിച്ച് എനർജി ഫോർ കുക്കിംഗ് ഒപ്റ്റൈൻഡ്. പാചകം ചെയ്യാനുള്ള ഊർജ്ജമൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് നമ്മുടെ ഫ്യൂവല്. വിറകടുപ്പിനെ കുറിച്ച് ഫ്യൂവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂവൽ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ. അടുത്ത വാട്ട് യു ഡൺ ബൈ ദ വിറകടുപ്പ് നന്നായി കത്താൻ എന്തെല്ലാം നമ്മൾ ചെയ്യണമെന്നുള്ള. യൂസസ് ഓഫ് ഫ്യൂവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസസ് ഓഫ് ഫ്യൂവൽ ഡീസലിനെ കുറിച്ചും ഉണ്ട്. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതെന്നും. അതായത് ഫ്യൂവലിൻ്റെ യൂസസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും കേട്ടോ. അടുത്തത് ക്രൂഡ് ഓയിലിനെ കുറിച്ചുണ്ടോ നിങ്ങളെ. ക്രൂഡ് ഓയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാകുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവവസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്നു. എന്നാൽ LPGയും ക്രൂഡ് ഓയിലും ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്നവയാണ് ഇതെല്ലാം. അതുകൊണ്ട് അതിൻ്റെ ഇംഗ്ലീഷും മലയാളം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന ഊർജ്ജങ്ങൾ, അതായത് ഖരം ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. ഖരം, ദ്രാവകം, വാതകം ഓക്കെ ആണല്ലോ. ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നത് കണ്ടോ. ഓക്കെ ആണല്ലോ. ഫോസിൽ ഫ്യൂവൽ എന്താണ്? ഫോസിൽ ഫ്യൂവൽ നോൺ റിന്യൂവബിൾ എനർജി കാണാൻ പറ്റുന്നുണ്ടല്ലോ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശേഷങ്ങളിൽ നിന്നാണ് നമുക്ക് ഫോസിൽ ഫ്യൂവൽ ഉണ്ടാകുന്നത് കേട്ടോ. അടുത്ത സോളാർ പാനലിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആവുന്നില്ല. അതിൻ്റെ ഒരു പടം തന്നിട്ട് എഴുതുന്നത്. സോളാർ പാനലിൻ്റെ ഒരു പടം ടെസ്റ്റ് കിടപ്പില്ലേ, അതിൻ്റെ അകത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. സൗരോർജ്ജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു എന്നാണ്. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുകളുള്ള വാഹനങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് ഫ്രീ ഫ്രം പൊല്യൂഷൻ ആയിരിക്കും, ലോവർ മെയിൻ്റെനൻസ് കോസ്റ്റും ആയിരിക്കും. റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നാൽ എന്താണ്? കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ബയോഗ്യാസ് എന്നാൽ എന്താണ്? ബയോഗ്യാസ് ഈസ് എ റിന്യൂവബിൾ എനർജി സോഴ്സസ് ദാറ്റ് ഡസ് നോട്ട് പൊല്യൂട്ട് ദ എൻവയോൺമെൻറ്റ്. ഡസ് ആർ ദ യൂസസ് ഇൻ ഹൗസ് ടു പ്രിവെൻറ്റ് എനർജി ലോസ് കേട്ടോ. അതും എഴുതിയെടുക്കണേ. അടുത്തത് 7ാമത്തെ ചാപ്റ്ററാണ് മാജിക്ക് കണ്ടോ. ഇത് നമ്മൾ ഈയിടെ എടുത്ത ചാപ്റ്ററാണ്. അതിനകത്തിലെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ. എന്താണ് സെൻസ് ഓർഗൻസ്? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാൽ എന്താണ് കണ്ടല്ലോ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാൽ എന്താണ്? അതിൻ്റെ മലയാളം ഇംഗ്ലീഷും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾ ഏതെല്ലാമാണ്? തലയുടെ വശങ്ങളിലായിട്ട് കണ്ണുകളുള്ള ജീവികൾ ഏതെല്ലാമാണ്? കണ്ണുകളുടെ സ്ഥാനം ജീവികളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ. അടുത്ത കൺജക്റ്റിവിറ്റീസ്. ചെങ്കണ്ണ് എന്നാൽ എന്താണ്? കണ്ണിൻ്റെ ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? സിംറ്റംസ് ഓഫ് കൺജക്റ്റിവിറ്റീസ് കേട്ടോ. അടുത്ത കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം? ഈ കൺജക്റ്റിവിറ്റീസ് മാത്രമാണോ? വേറെ ഏതെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടോന്നോ? ഗ്ലോക്കോമ, തിമിരം, പ്രമേഹം തുടങ്ങിയവയെല്ലാം ഉണ്ട് കേട്ടോ. സ്നെയിലൻ ചാർട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഒരു ചോദ്യം കിടപ്പുണ്ട്. പിന്നെ കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കാൻ എന്തെല്ലാം സവിശേഷതകൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും. ബ്രെയിലി കീബോർഡ്, ബ്രെയിലി ഡിസ്പ്ലേ, മാഗ്നിഫയർ, സ്ക്രീൻ റീഡറുകൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത അതിന് സ്മാർട്ട് അതൊക്കെ നമ്മൾ എടുത്താൽ മതി. വാട്ട് ഹെൽത്ത് ഹാബിറ്റ് ഷുഡ് യു ഫോളോ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ഐസ്? കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം കരുതലുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. ഡു നോട്ട്
ഓക്കെ. അടുത്ത വാട്ട് കെയർ ഷുഡ് ബി ടേക്കൺ ടു പ്രൊട്ടക്റ്റ് ഇയർ. ചെവിയുടെ സുരക്ഷിതത്വത്തിന് എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു ചോദ്യമുണ്ട്. ചെവിയുടെ സുരക്ഷിതത്വത്തിന് എന്തെല്ലാം നമ്മൾ ചെയ്യണം കണ്ടോ, 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഹിയറിംഗ് എയ്ഡ്സ്, ശ്രവണ സഹായികളെക്കുറിച്ചും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അഥവാ ഇത് നിങ്ങൾക്ക് ഇത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനലിൽ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് അടുത്ത ക്ലോക്കിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയുണ്ട് കേട്ടോ, കാണാമല്ലോ. ഇനി അതുപോലെ മൂക്കിനെക്കുറിച്ച്, മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാൻ കാരണം എന്താണ് കേട്ടോ. അടുത്ത ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ഇനി വൈ ഡു വി ഹാവ് നോസ്, നോസിൻ്റെ ഫംഗ്ഷൻ എന്തെല്ലാമാണ്, മൂക്ക് സംരക്ഷിക്കാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇതൊക്കെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ഇവിടെ മുതലാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ്, ഈ ചാപ്റ്റർ മുതലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ലാസ്റ്റിലത്തെ 3ഉം 4ഉം ചാപ്റ്ററുകളാണ് കേട്ടോ. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും സ്രവകണികകൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ വീഴാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം. പിന്നെ ടേസ്റ്റിനെ കുറിച്ച്, രുചിയെക്കുറിച്ച്, നാക്കിനെക്കുറിച്ചാണ് അടുത്തത്. അതെ, ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ കഴിയുന്നത് എപ്പോഴാണ്. അടുത്ത ഫങ്ഷൻസ് ഓഫ് ദ ടങ്, നാക്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം. നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ ചാപ്റ്ററാണ്. 5 സെൻസ് ഓർഗൻസുകളുണ്ട് അല്ലേ, ജ്ഞാനേന്ദ്രിയങ്ങൾ. അത് ഓരോന്നും എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് കേട്ടോ. നാവിൻ്റെ ആരോഗ്യത്തിന് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. നാവിൻ്റെ ആരോഗ്യത്തിന് ഇതെല്ലാം നല്ല ഒരു ചാപ്റ്റർ ലിങ്ക് ഇട്ടതാവും നിങ്ങളെ. അതുകൊണ്ടാണ് ഇത് ഞാൻ പിന്നെയും വായിക്കാത്തത്. കാരണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചാനൽ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ കിടപ്പുണ്ട് ത്വക്ക്, ലാസ്റ്റിലത്തെയാണ് ത്വക്ക്. ത്വക്കിൻ്റെ ഫംഗ്ഷൻ, ഈ 5 എണ്ണത്തിൻ്റെയും ഫംഗ്ഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. മൂക്കും നാക്കും ഈ 5 സെൻസ് ഓർഗൻസിൻ്റെയും കേട്ടോ. അത് ത്വക്കിൻ്റെ സംരക്ഷണത്തിന് നാം എന്തെല്ലാം ചെയ്യണം. അടുത്ത അതിനകത്തിലെ ലെറ്റേഴ്സസ് നമ്മൾ എഴുതിയിട്ടുണ്ട് കണ്ടോ, അതും അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ കുഞ്ഞുങ്ങളെ, അത് ആ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ലാസ്റ്റ് 8ാമത്തെ ചാപ്റ്ററാണ് ജന്തുജാലകങ്ങൾ എന്ന് പറയുന്നത് കണ്ടോ. അതായത് പഴങ്ങളിൽ മാത്രമാണോ, പുഴുവിനെ കുറിച്ചും കുറേ ജീവികളെക്കുറിച്ച് അല്ലേ, ജന്തുജാലങ്ങളെക്കുറിച്ചുള്ള പാഠമാണ്. അതിനകത്തിലെ മെറ്റാമോർഫോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ ഉണ്ട്. മെറ്റാമോർഫോസിസ്, രൂപാന്തരണം സംഭവിക്കുക എന്ന് വെച്ചാൽ എന്താണ് കണ്ടോ. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, എഴുതിയെടുക്കുക. പിന്നെ ഇത്തരത്തിൽ വളർച്ചാഘട്ടങ്ങളുള്ള മറ്റെന്തെല്ലാം ജീവികളെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നിംഫ്, പാറ്റ കുഞ്ഞുങ്ങളെ നിംഫ് എന്ന് പറയുന്നത് ഒന്ന്. വാട്ട് ആർ ദ അതർ മെത്തേഡ് യു നോ ഫോർ പെസ്റ്റ് കൺട്രോൾ, കീടങ്ങളെ അകറ്റാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം. കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾ ഏതെല്ലാം, സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതെല്ലാം. We often keep some spices along with the grains when they are stored. വയ്യ കളർഫുൾ ഇൻസെക്ട്സുകൾ, വർണ്ണച്ചിറകുള്ള പ്രാണികൾ, ചിത്രശലഭങ്ങളുടെ പേരെഴുതാൻ കേട്ടോ. അത് ഉറപ്പായിട്ടും 3 എണ്ണത്തിൻ്റെ പേര് പഠിച്ചിട്ട് വേണേ പോകാൻ. ചിത്രശലഭങ്ങൾ, ശലഭങ്ങൾക്ക് ഈ പേര് വന്നത് എന്തുകൊണ്ടാണ്. മോത്ത്, എന്താണ് ഈ മോത്ത്. ബ്ലൂ ടൈഗർ മോത്ത്, വെങ്കണ്ണ നീലി, ഇതിൻ്റെയൊക്കെ മലയാളം ഇംഗ്ലീഷ്. ആൻറ്റിനെ കുറിച്ച്, ടൈപ്പ് ഓഫ് ആൻറ്റ്, ഏതെല്ലാം തരത്തിലുള്ള ആൻറ്റുകളുണ്ട്. ചിറകുള്ള ഉറുമ്പിനെ കുറിച്ച്. ദ ബോഡി ഇൻസെക്ട്സ്, പ്രാണികളുടെ ശരീരത്തെക്കുറിച്ച്. ഫിഷ്, മീനുകളെക്കുറിച്ച്. പിന്നെ ഊത്തക്കയറ്റം ഉണ്ടാകുന്നതിനെക്കുറിച്ച്, മുഷിയെക്കുറിച്ച് ഉണ്ടോ. ഇതെല്ലാം ചോദ്യം ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ചോദ്യവും ഉത്തരവും കൂടാണ്. ഞാൻ ഈ ചിലത് അങ്ങും ഇഞ്ഞും കണ്ടങ്ങ് വായിക്കുന്നതേ ഉള്ളൂ. ക്വസ്റ്റിനും ഉത്തരം. ആംഫിബിയൻസ്, ഉഭയജീവികൾ എന്തെല്ലാമാണ്. സിസിലിയനുകൾ എന്താണ്. ആംഫിബിയൻസ്, സിസിലിയൻസുകൾ. പിന്നെ റെപ്റ്റൈൽസുകൾ, ഉരകങ്ങൾ എന്തെല്ലാമാണ്. ഉരകങ്ങൾ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ആ ചാനലിൽ കിടപ്പുണ്ട്. സ്നേക്ക്, പാമ്പുകളെ കുറിച്ച്, ഏതൊക്കെ തരം, ഇതിൻ്റെ എല്ലാം ഈ ജീവികളുടെ എല്ലാം കുറേ പേര് പഠിച്ച് വെച്ചേക്കണം നിങ്ങളെ. വെനമസ്, വിച്ച് ആർ ദ നോൺ വെനമസും വെനമസും തങ്ങളുള്ള കേട്ടോ. വിഷപ്പാമ്പുകളെ കുറിച്ച്, പാമ്പ് കടി ഏറ്റാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. പാമ്പ് കടി ഏറ്റാൽ എന്തെല്ലാം ചെയ്യും. എല്ലാത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷും ഉണ്ടാവും നിങ്ങളെ. അടുത്ത ഫെദർ ഫ്രണ്ട്സ്, തൂവൽ കുപ്പായക്കാരുണ്ട്, ബേഡ്സിനെ കുറിച്ച്.
പിന്നെ വാട്ട് ആർ ദ തിങ്സ് ടു ഒബ്സർവ് ഇൻ എ ബേർഡ്സ്? മമ്മൽസുകൾ, സസ്തനികളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? പിന്നെ വെയിൽ, തിമിംഗലത്തിനെ കുറിച്ച്, ഡോൾഫിനെ കുറിച്ച്, ബാറ്റിനെ കുറിച്ച്, കണ്ടോ, ബാറ്റിനെ കുറിച്ച്, ഓട്ടർ, നീർനായെക്കുറിച്ച്. ഇവൻ ഡൊമസ്റ്റിക് വളർത്തുമൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്ന് മനുഷ്യർക്ക് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇതൊരു വലിയ ചാപ്റ്ററായിരുന്നു കേട്ടോ. പിന്നെ വളർത്തുമൃഗങ്ങളുമായി ഇടപെടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? എക്സ്റ്റിങ്ക്റ്റ് ക്രിയേച്ചർ, അന്യം നിൽക്കുന്ന ജീവികൾ, അതൊരു 2 പേര് പഠിച്ചു വെച്ചേക്കണമെന്നില്ല. പിന്നെ വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജീവികൾ അതെല്ലാം. ക്രിയേച്ചർ ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, ജീവികളും അന്ധവിശ്വാസങ്ങളും. വാട്ട് പ്രോബ്ലംസ് ഡു സച്ച് മിസ്കൺസെപ്ഷൻസ് ക്രിയേച്ചർ, അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവികൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ചാപ്റ്ററിന് തീർന്നു. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യനുകളാണ്. ഇങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ കുറേ ശരിയാക്കിയതാണ്. ഇത് നിങ്ങൾ സമയമുള്ളവർ നോക്കി കാണുക. ഉണ്ട് കണ്ടോ, കളർ കൊടുക്കുന്നതിനെക്കുറിച്ചും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് തന്നതാണ് കേട്ടോ. ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് സമാധാനത്തെ ഇരുന്ന് നോക്കണേ. ആക്ടിവിറ്റി ക്വസ്റ്റ്യനുകൾ, വാക്സിനുകളുടെയൊക്കെ പേരൊക്കെ ചോദിക്കുന്ന കേട്ടോ. വാക്സിനുകൾ, പോളിയോ, പേഴ്സണൽ ഹൈജീനുകളെ കുറിച്ച്, ആക്ടിവിറ്റി, വാട്ടർ, നിങ്ങളിത് ചോദ്യോത്തരമുണ്ട് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അല്ലേ? സൊല്യൂഷൻ സോൾവെൻറ്റ്, യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വേപ്പറൈസേഷൻ എന്നാൽ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ബേർഡ്സ് ഏതൊക്കെയാണ്? ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ബേർഡ്സ്, ആനിമൽസും ഒക്കെ രോഗങ്ങളുടെ വാക്സിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഐസ് ഈസ് ഹീറ്റ്, ഐസ് ചൂടാകുമ്പോൾ എന്താണ്?